ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ക്യാമ്പിൻ്റെ രണ്ടാം ദിനം, രണ്ടാം സെഷനിലെ ശുശ്രൂഷകളിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ. വേദിയിലും സദസ്സിലുമായി ഉപേക്ഷിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇനിയും വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മളോട് വചനം പങ്കുവെക്കുവാനായിട്ട് ദൈവം അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത് കൊല്ലം കോട്ടിയത്തുള്ള IPC ദൈവസഭയിലെ പാസ്റ്റർ അനീഷ് കൊല്ലത്തിനെയാണ് അയച്ചിരിക്കുന്നത്. ദേവദാസൻ ഈ നാളുകളിൽ കേരളത്തിനകത്തും പുറത്തും ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിലും നടന്ന് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് തൻ്റെ വചനവുമായി അയച്ചിരിക്കുമ്പോൾ നാം പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ നമ്മെ ഒരുക്കുവാൻ തക്കവണ്ണം, നമ്മുടെ കുടുംബങ്ങളെ പണിയുവാൻ തക്കവണ്ണം നാം ഒരുങ്ങേണ്ടതിനാവശ്യമായ എല്ലാം നമ്മെ സജ്ജീകരിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ അഭിഷേകത്തോടെ അയച്ചിരിക്കുന്നു. കർത്തദാസൻ ഇന്ന് രാവിലെയും വൈകിട്ടും ദൈവവചനം ശുശ്രൂഷിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വളരെ സ്നേഹത്തോടെ ആദരവോടെ കർത്തദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ഈ പകലിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അധ്യക്ഷൻ, ഈ അനുഗ്രഹീതമായ ദൈവസഭയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ ബാബു ജോൺ അങ്കിള്, ഡോക്ടർ സിനി ജോയ്സ് മാത്യു, പാസ്റ്റർ KV സാമുവൽ, പാസ്റ്റർ ജോയ് V മാത്യു, മറ്റ് അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, എല്ലാ ഭക്തന്മാർ, ഭക്തമതികൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ച് ഒരു സ്തോത്രം എന്ന് പറയാമോ? ഇത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാണ്. തികച്ചും നിങ്ങൾ മസിലൊന്നും പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ ഉപവാസ പ്രാർത്ഥനയോ ഉണർവ് യോഗമോ എന്നൊക്കെ കരുതുന്ന ഒരു പ്രതീതിയിൽ നിന്ന് വിഭിന്നമായി ഇതൊരു ക്യാമ്പിൻ്റെ പ്രതീതിയാണ്, കുടുംബസംഗമമാണ്. അതുകൊണ്ട് തന്നെ രണ്ടായിട്ടിരുത്തിയെങ്കിലും കുടുംബങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട കുടിവരവിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികൾക്കും വിവിധ ചിന്താഗതികളാണ്, വിവിധ കാഴ്ചപ്പാടുകളാണ്. ഇച്ചിരി ആരാധിക്കണമെന്നുള്ളവരുണ്ട്, ഇച്ചിരി പ്രാർത്ഥിക്കണമെന്നുള്ളവരുണ്ട്, ഉപവസിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, ഇതിനിടയ്ക്ക് ബോറടിച്ചിരിക്കുന്ന ഒരു പറ്റം കുഞ്ഞുങ്ങളുണ്ട്, ഇതിനേക്കാളുപരി പ്രസംഗം കേട്ട് ബലപ്പെടാൻ വന്നവരുണ്ട്, തകർന്നു നുറങ്ങിയ ഹൃദയത്തോടിരിക്കുന്നവരുണ്ട്. നിങ്ങളെല്ലാവരെയും കൂടെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അനുഗ്രഹിക്കപ്പെട്ട തീമാണ് ഫൈറ്റ് ഫോർ ഫാമിലി. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ 4-ാം അധ്യായം 14-ാം വാക്യം ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ നിരവധി തവണ പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ചിന്തകളാണ്. നെഹമ്യാവിൻ്റെ മതിൽ പണിയും പണി കഴിഞ്ഞ് ഉയർന്നു വന്ന സൻബല്ലത്തും തോബിയാവും ഉയർത്തിക്കൊണ്ടുവന്ന വെല്ലുവിളിയെ 2 നിലകളിൽ അകത്തും പുറത്തുമായി ഉയർത്തിയ വെല്ലുവിളികൾക്ക് നേരെ ഭക്തൻ്റെ വലിയൊരു പ്രചോദനമാണ്. നമ്മളിനി മൗനമായിട്ടിരിക്കുകയല്ല, നമ്മൾ എഴുന്നേൽക്കണം. ആർക്കു വേണ്ടി എഴുന്നേൽക്കണം? നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണം. നാം പൊരുതാൻ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തീം പരിശുദ്ധാത്മാവ് നൽകിയല്ലോ, അതിൽ ദൈവത്തിന് ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു. ആമേൻ. കുടുംബം എന്താണെന്ന് ആദ്യം അറിയണം. കുടുംബം എന്താണ്? കുടുംബത്തിന് വേണ്ടി പൊരുതണമല്ലോ. അപ്പോൾ കുടുംബം എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. കുടുംബത്തിലെ അംഗങ്ങളെ ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്താം. അംഗങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾക്ക് തോന്നും അതിത്തിരി കൂടുതൽ പരിചയപ്പെടുത്തിയെങ്കിൽ എന്ന് തോന്നും. എങ്കിലും സമയത്തിൻ്റെ പരിമിതികളുണ്ട്. അതിനുശേഷം നമ്മൾ പൊരുതണ്ടേ? എന്തിനെതിരെ പൊരുതണം? ആർക്കെതിരെ പൊരുതണം? അതിൽ നമുക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് സാത്താനാണ് എന്നാണ്. പക്ഷെ ഞാൻ ഈ ആദ്യത്തെ സെക്ഷനിൽ സാത്താനെ തൊടുന്നില്ല. സാത്താനെ ഞാൻ പുറത്തു നിർത്തുകയാണ്. പൊരുതേണ്ട 4 കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞ് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. കുടുംബത്തിലുള്ള അംഗങ്ങൾ അറിയേണ്ട ഒരു മാനദണ്ഡമുണ്ട്. കുടുംബമെന്ന് പറയുന്നതിൽ പങ്കെടുക്കുന്ന, കുടുംബത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവരറിയേണ്ട ചില യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ കുഞ്ഞുങ്ങളോടുള്ളത് കൊണ്ട് ലളിത ഭാഷയിലായിരിക്കും ഞാൻ സംസാരിക്കുക.
കുടുംബം എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 128-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്കറിയാം നല്ല കഥാപാത്രങ്ങളാണ്. യഹോവ ഭക്തൻ, യഹോവ ഭക്ത, മേശയ്ക്ക് ചുറ്റുമുള്ള തലമുറകൾ. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ആ പദത്തെ ഞാൻ അവിടെ നിന്ന് അടർത്തിയെടുക്കാതെ സാധാരണ ഒരു കുടുംബം, ദൈവഭക്തൻ്റെ കുടുംബത്തിനപ്പുറത്തൊരു കുടുംബമുണ്ട്. കുടുംബം തക്ക തുണകൾ ചേരുമ്പോഴാണ് കുടുംബത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ്. തക്ക തുണകൾ, ഇണകൾ ചേരുന്നത് കുടുംബമല്ല, ഇണകൾ ചേരുന്നതല്ല കുടുംബം. രണ്ട് തക്ക തുണകൾ തമ്മിൽ ചേരുന്ന സംയോജനത്തെയാണ് നാം, തക്ക തുണകൾ ചേർന്നുള്ള സംയോജനത്തെ കുടുംബം എന്ന വാക്കിൽ അവരൊന്നുകൂടെ അർത്ഥതലത്തിലേക്ക് അവരെത്തണമെങ്കിൽ ആ കുടുംബത്തിൽ തലമുറകളും ഉണ്ടാകണം. ഇനി ഞാൻ ആദ്യത്തെ 2 തക്ക തുണകളെന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊക്കെ കേൾക്കുന്ന വാക്കാണ് തക്ക തുണ. ഒരുപാട് കൗൺസിലിംഗ് നടത്തുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ ഇടയിലുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ തക്ക തുണ എന്താണെന്ന് കൃത്യമായ അറിവില്ലാതിരിക്കുന്നത് കൊണ്ടാണ് വിവാഹമോചനങ്ങൾ കൂടുന്നത്. ഏറ്റവും അധികം വിവാഹമോചനങ്ങൾ കൂടുന്നു ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായ ചർച്ചകളൊക്കെ എന്ന് പറയുമ്പോൾ 2000-ത്തിലധികം വീട്ടമ്മമാർ പോയി എന്നൊക്കെയാണ് പറയുക. 2846 അത്രയൊരു കണക്കാണ് പുറത്ത് വന്നിരിക്കുന്നത്. അത്രയും വീട്ടമ്മമാരാണ് കാമുകന്മാരുടെ കൂടെ പോയി എന്ന് ഒരു കണക്ക് വന്നിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് അറിയണ്ടേ? അതറിഞ്ഞാണ് നമ്മൾ പരിഹാരം തേടേണ്ടത്. തക്ക തുണ എന്താണെന്ന് ഒരു ലളിത നിർവചനം, ഒരു ചിന്തകൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. തക്ക തുണ, ഒരുവൻ പൂർണ്ണനാകുന്നത് ആ വ്യക്തി ഏദനിൽ ദൈവം സൃഷ്ടിച്ച ആദമിൻ്റെ വാരിയല്ലൂരിയാണ് ദൈവം തൻ്റെ നാരിയെ സൃഷ്ടിച്ചു കൊടുത്തത്, ഹവ്വയെ. അപ്പോൾ ഹവ്വയെ ദൈവം സൃഷ്ടിച്ചു കൊടുക്കുമ്പോൾ തൻ്റെ വാരിയല്ലൊരെണ്ണം നഷ്ടപ്പെട്ടു. ആ വാരിയല്ലിനെയാണ് ദൈവം നാരിയാക്കി ചമച്ചത്. അപ്പോൾ പുരുഷന്മാരറിയേണ്ട കാര്യം, നിങ്ങളുടെ വാരിയല്ലിനെ ദൈവം മാംസം പിടിപ്പിച്ച് രൂപം കൊടുത്ത് നിങ്ങൾക്ക് ഭാര്യയായി തന്നു. അതാണ് തക്ക തുണ. ഇനി ഞാൻ അതിന് അടുത്ത ഒരു വിവരണം കൂടെ തരാം, ചെറുപ്പക്കാരോടുള്ളത് കൊണ്ടാണ്. ചിലർ പറയുന്നത് എനിക്ക് ഭയങ്കര മൃഗസ്നേഹമാണ്, എൻ്റെ ഭർത്താവിന് അതില്ല, അപ്പം ഞങ്ങൾ തക്ക തുണയല്ലേ പാസ്റ്ററെ? എനിക്ക് നല്ല പിശുക്കുണ്ട്, എൻ്റെ ഭർത്താവിനാണ് പിശുക്കില്ല. എനിക്കാണെങ്കിൽ നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറ്റുമോ, അങ്ങേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ആത്മീയം എന്ന് കേൾക്കുമ്പോൾ ദാഹമാണ്, പുള്ളിക്കതില്ല. എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണം, പക്ഷെ അച്ഛൻ അത് വരുത്തില്ല. എനിക്കാണെങ്കിൽ അവരെ കൂടുതൽ കാണുമ്പോൾ സംസാരിക്കണം, അച്ഛനാണ് ഒരക്ഷരം മിണ്ടത്തില്ല. ഇങ്ങനെ തോന്നുമ്പോൾ ചിലർക്ക് തോന്നുന്നത് ഞങ്ങൾ തക്ക തുണകളല്ലേ, കാരണം ഞങ്ങൾ ഒരേപോലെ അല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഒന്നാമത്തെ ഉത്തരം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം, നിങ്ങൾ 2 സ്വഭാവ വിശേഷണത്തിന് ഉടമകളാണെങ്കിൽ ഏറെക്കുറെ 75% ഉറപ്പിക്കാൻ തക്ക തുണ തന്നെയാണ്. ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്ക് പറയാം, തെളിവ് എങ്ങനെയാണെന്നല്ലേ. അനീഷ് കൊല്ലം എന്ന ഞാൻ പൂർണ്ണനാകുന്നത്, വിവാഹം വരെ ഞാൻ പൂർണ്ണനല്ല, കാരണം എനിക്കെൻ്റെ ശരീരത്തിലെ ഒരു അസ്ഥി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അപൂർണനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വിവാഹം നടന്നു, എനിക്കെൻ്റെ ഭാര്യയെ കിട്ടിയപ്പോഴാണ് നഷ്ടപ്പെട്ട എൻ്റെ അസ്ഥി എനിക്ക് തിരിച്ചു കിട്ടിയത്. അപ്പോൾ അതിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു എന്നറിയാമോ? അതിന് മുൻപ് വരെ ഞാൻ അപൂർണനായിരുന്നു. എനിക്കില്ലാത്ത ഒരു അവയവ ഭാഗം വിവാഹത്തോടെ സ്വർഗം അത് മനുഷ്യക്കോലത്തിലാക്കി എനിക്ക് തന്നു. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ശബ്ദമെടുക്കാൻ പറ്റത്തില്ല, പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് 50 പേരുടെ ശബ്ദമുണ്ട്. എനിക്ക് പാട്ട് പറയാനേ അറിയൂ, എൻ്റെ ഭാര്യയ്ക്ക് പാടാൻ കഴിവുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ആത്മീക ജീവിതത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, പ്രായോഗിക ജീവിതത്തിൽ ഒരു തക്ക തുണ എന്ന് പറയുന്നത് ഒരു പുരുഷനില്ലാത്ത അവയവം, ഒരു ശരീരഭാഗത്തെ ദൈവം മനുഷ്യക്കോലത്തിൽ സൃഷ്ടിച്ചു തരുമ്പോൾ നിനക്കില്ലാത്ത ഗുണങ്ങളുണ്ടായിരിക്കും അടുത്ത ആ പാർട്ട്ണർക്ക്. അപ്പോൾ എങ്ങനെയാണ് പാർട്ട്ണറായി മാറുന്നതെന്ന് ചോദിച്ചാൽ, ഒരേപോലെയുള്ള ചിന്താഗതിക്കാരല്ല, മറിച്ച് അല്പം ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, ഇത്
കറക്റ്റാണ്, ഇതെൻ്റേത് തന്നെയാണ്, എനിക്ക് അല്പം അയഞ്ഞ സ്വഭാവമാണ്, എൻ്റെ ഭാര്യ ഇച്ചിരി പിടിവാശിക്കാരിയാ, എനിക്കെല്ലാം ഉദാസീനതയാ, എൻ്റെ ഭാര്യ കർക്കശക്കാരിയാ, എനിക്ക് അല്പമൊക്കെ മിതത്വമാണ്, എൻ്റെ ഭാര്യ അങ്ങനല്ല എന്ന് കണ്ട് പലരും കുടുംബജീവിതത്തെ പാതി വഴിയിൽ എറിഞ്ഞുടയ്ക്കുമ്പോൾ ഈ ക്യാമ്പിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, അരുത്, അബദ്ധം ചെയ്യരുത്. കൃത്യമാണ് നിൻ്റെ ലൈഫ് പാർട്ട്ണറെ തന്നിരിക്കുന്നത്, വ്യക്തതയുള്ളതാണ്, കൃത്യമായ ദൈവത്തിൻ്റെ പ്രീ പ്ലാനിങ് ആണ്, അതല്ലാതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത് തക്ക തുണ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഗുണങ്ങളുള്ള ഒന്നാണ്. അതുകൊണ്ട് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ചാടിക്കേറി പെട്ടെന്ന് വക്കീലിൻ്റെ അടുത്തോട്ട് പോകാൻ നിൽക്കണ്ട, വീട്ടുകാരുടെ അടുക്ക ചെന്ന് പരാതിയും പറയണ്ട. നിൻ്റെ ഇതുവരെ ഇല്ലാത്ത അവയവത്തെ പുതിയ കോലത്തിൽ തന്നതാണ്, സഹിക്കല്ലാതെ വേറൊരു നിർവാഹവും ഇല്ല. സന്തോഷമായില്ലേ? അപ്പോൾ ഇതാണ് തക്ക തുണയുടെ ഒന്നാമത്തെ നിർവചനം. ഇനി തക്ക തുണ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട അടുത്ത കാര്യമാണ്, തക്ക തുണ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ നമ്മൾ അറിയേണ്ട കാര്യം. പത്രോസിൻ്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, വിവേകത്തോടിടപെടുക. കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട ഒരു പദമാണ് വിവേകത്തോടിടപെടുക. അത് പുരുഷന്മാരോടാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ നടുക്കൂടിട്ടിരിക്കുന്ന ആ ലൈൻ ഞാൻ 2 പാർട്ടായിട്ടാണ് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് പറയുക. അതെന്താണെന്ന് ചോദിച്ചാൽ കാര്യമൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ഭാഗത്തേക്ക് വരാൻ. അപ്പോൾ ഒരു ഭാഗത്തുള്ള പുരുഷപ്രജകളൊന്നോ അറിയേണ്ട കാര്യമുണ്ട്, നിങ്ങളോട് പറയുന്നൊരു പദമുണ്ട്, വിവേകത്തോടിടപെടുക. അപ്പോൾ കുടുംബത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതം വിവേകമാണ്, വിവേകത്തോടിടപെടുക. അതെന്താ വിവേകം എന്നുള്ളത് പറയുമ്പോൾ ഞാൻ ആ വിവേകത്തിനൊരു ഒരു 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 ലളിതമായ വിവരണം കൂടെ തരാം. പല കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങളും പല കുടുംബങ്ങളുടെ അസമാധാനത്തിൻ്റെയും അടിത്തറ ഇവിടെയാണ് വിവേകമില്ലായ്മ. ഈ വിവേകമില്ലായ്മ എന്നുദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ കരുതുന്നത് പോലുള്ള ഇതര കാര്യങ്ങളെക്കുറിച്ചുള്ള വിവേകമല്ല. ഭാഷ ഞങ്ങൾക്ക് എന്താ വിവരമില്ലായിരുന്നോ? ഞങ്ങൾക്കറിയാമല്ലോ, പിന്നെ അന്റാർട്ടിക്കയിലെ ക്ലൈമറ്റ് എന്താണെന്നറിയാം, ഉഗാണ്ടയുടെ പ്രസിഡൻറ്റിനെ അറിയാം, ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയെ അറിയാം. ഭാഷ ഞങ്ങളുടെ അത്രയും ഇതല്ല അർത്ഥമാക്കുന്നത്. ഉഗാണ്ടയുടെ പ്രസിഡൻറ്റിനെ അറിയാം, ഭാര്യയെ അറിയാമോ? ഞാൻ ഒരു 75 വയസ്സായ ഒരു പിതാവാണ്. ക്യാൻസർ ബാധിച്ച് കിടക്കുമ്പോൾ ഞാൻ കാണാൻ ചെന്നു, പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് അന്നമ്മ, അമ്മച്ചി അടുത്തുണ്ട്. വളരെ അത്യാവശ്യം ഒരു ഭാഗം തളർന്ന് കിടക്കുമ്പോൾ ഞാൻ അടുത്ത് ചെന്നു, വിഷമത്തോടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം അമ്മച്ചി. പ്രാർത്ഥിക്കും മോനെ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാറും അമ്മച്ചി, ഇതൊക്കെ നമ്മൾ അനുഭവിക്കണ്ടേ, ജീവിതത്തിൽ ഇതിലൊക്കെ ഒരു വിടുതലുണ്ടാകും. കുനിഞ്ഞിരുന്ന് അമ്മച്ചി കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു, എന്താ മോനെ? ഞാൻ പറഞ്ഞു, മാറുമെന്നോ? എന്താ മോനെ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു, ഈ സാഹചര്യം അപ്പച്ചൻ്റെ വലിയ ദണ്ഡമാണ് മോനെ, ഇങ്ങേരെ അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഞാനൊന്ന് ഞെട്ടി. ഞാൻ സൗഖ്യം നടക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നാ, എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അമ്മച്ചിങ്ങ് രൗദ്രഭാവം പൂണ്ടു. എന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന ജോർജാൻ്റെ കവിളിന്, ജോർജ, അദ്ദേഹം അല്പം ഉറക്കത്തില്ല. ജോർജ എഴുന്നേറ്റേ, നിങ്ങളെ ദൈവം അടിച്ചു, മനസ്സിലായോ? എന്നിട്ട് തളർന്ന് കിടക്കുന്ന കൈ ഇങ്ങനെ പൊക്കി താഴോട്ടിടുക. എനിക്കിറങ്ങി ഓടണമെന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടെ? നിൽക്കും മോനെ, ഇത് കേട്ടിട്ട് പോവും. ഞാൻ അവിടെ നിന്ന് കേട്ടപ്പോഴും എന്താണെന്നറിയാമോ, ഇതങ്ങോട്ട് കുറച്ച് നേരം ഈ അപ്പച്ചനെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ട് ഈ അമ്മച്ചി പറയുകയാണ്, ഇതിൻ്റെ കാര്യം മോനെ അറിയാമോ? ഞാൻ പറഞ്ഞില്ല. ഈ കൈ കണ്ടോ അനങ്ങാതെ കിടക്കുന്നത്? ഞാൻ പറഞ്ഞു, കണ്ടു. ഇതിട്ടാ മോനെ എന്നെ ഇടിച്ചത്, ഇടിച്ചപ്പം ഇങ്ങേരറിഞ്ഞില്ല എൻ്റെ ദൈവം അടിച്ചിടുവെന്ന്. ജോർജ, വിവേകത്തോടെ, പുരുഷന്മാർ ഓർത്തോണം, വിവേകത്തോടെ. ഇപ്പം പിടികിട്ടും. ഞാൻ പറഞ്ഞുതരാം എന്താണ്.
അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരിക്കും. അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മോനെ ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. ഏതാ പ്രാർത്ഥന? അമ്മച്ചി സെറ്റിയിലിരുന്ന് പ്രാർത്ഥിക്കുക. സന്ധിയാകുമ്പോൾ കർത്താവെ തുടർന്ന് ദൈവമേ ഞാൻ അനുഭവിക്കും സന്തോഷം, ജോർച്ചാനോട് അനുഭവിക്കണം, ദൈവമേ തുടർന്ന് സന്ധിക്ക് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിരിക്കുമ്പോൾ അച്ഛൻ ക്യാപ്റ്റനായിരുന്നു അതിർത്തിയിലെ. അച്ഛൻ ഈ കോട്ടയുണ്ടേ, അങ്ങള് സന്ധിക്കിരുന്ന് ഇതെല്ലാം കൂടെ കുപ്പി പൊട്ടിച്ചടിച്ച് ലക്കില്ലാതിരിക്കുമ്പോഴാണ് ഈ സന്ധിക്കിരുന്ന് ദൈവമേ ജോർച്ചാനോട് ഇടപെടണം, ഞാൻ അനുഭവിക്ക് സന്തോഷം, ജോർച്ചാന് കൊടുക്കണമെന്ന് കരയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലക്കില്ലാത്ത അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇടിച്ചിട്ട് ചോദിക്കുകയാണ്, അനമ്മേ നീ പഴം തിന്നപ്പോൾ അറിഞ്ഞില്ലോടി എൻ്റെ സന്തോഷം പോകുമെന്ന്? ആ പഴം തിന്നപ്പോൾ നീ അറിഞ്ഞില്ലോടി എനിക്ക് സമാധാനം പോകുന്നു? ഡെയിലി ഇടി. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്നാ ഈ പഴം തിന്ന്? മോനെ ഞാനല്ല പഴം തിന്ന്, ഹവ്വ പഴം തിന്ന്, അതിനിങ്ങേരി ഇപ്പോഴും എന്നെ ഇടിച്ചു. പിടികിട്ടിയോ? ഹവ്വ പഴം തിന്നേന് ഇടി മേടിച്ചു. പക്ഷേ ഞാൻ അതിനേക്കാൾ എനിക്ക് അപകടം തോന്നിയ കാര്യം, ഇടിച്ച് ചോർച്ചാൻ അറിഞ്ഞില്ല, ഇതെല്ലാം മനസ്സിൽ ഫീഡായിട്ടുണ്ട്. അവസാനം കിടന്നപ്പം കൈ പൊക്കി താഴോട്ടിടുക. അതുകൊണ്ട് ഓർത്തോണം സഹോദര, നീ വിതയ്ക്കുകയാണ്, കൊയ്യാൻ പാകത്തിന് വളരും. അതുകൊണ്ട് വിവേകത്തോടിടപെടണം. സ്ത്രീകളുടെ മനഃശാസ്ത്രം ഡേറ്റുകൾ ഓർത്തിരിക്കും കേട്ടോ. അതാ ഒന്നാമത്തെ അപകടം. ഓർമ്മയിൽ ഏറ്റവും പ്രധാനം ഡേറ്റുകളാണ്. അതുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ചെറുപ്പക്കാരോടാണ്, പ്രായമുള്ളവർ അനുഭവിച്ചവരാണ്, ചെറുപ്പക്കാരോട് പറഞ്ഞുതരാം, നിങ്ങൾ ഈ ഡേറ്റൊക്കെ എങ്ങനെ എഴുതി വെച്ച് റിമൈൻഡർ ഇട്ടേക്കണം. അതായത് ബർത്ത്ഡേ ഡേറ്റ്, വിവാഹ ഡേറ്റ്, അത്യാവശ്യം ഡേറ്റുകൾ ഓർത്തു വെക്കണം. ഇല്ലേ ഇതൊക്കെ വലിയ പ്രശ്നമാവും. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയോ ജോർച്ച, അല്ലെങ്കിൽ സണിജ, ഓർമ്മയുണ്ടോ നമ്മുടെ 1988 ജനുവരി? എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഇന്ദിരാഗാന്ധിയുടെ, നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയുടെ കാര്യമാണ്. എന്നെ കൊണ്ട് ആദ്യമായി കുട്ടിക്കാനത്ത് വന്ന് ഇവിടെ നിന്നിട്ടാണ് ഫോട്ടോ എടുത്തത്. അതെല്ലാം ഓർത്ത് നോക്കും. നമ്മൾ രണ്ടുപേരും മൂന്നാർ എന്ന് അങ്ങോട്ട് കയറാൻ നേരം ജോർജാൻ പറഞ്ഞു കയറല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയിട്ട് അങ്ങോട്ട് വരയാടിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞില്ലേ, വരയാടിൻ്റെ മുഖവും എൻ്റെ മുഖവും ഒരു പോലാന്ന്. ഇതെല്ലാം എഴുതി വെച്ചിരിക്കും മനസ്സിൽ. അതുകൊണ്ട് ഇവരെ നമ്മൾ വിവേകത്തോടറിയണം. ഏറ്റവും ഒന്നാമത് നമ്മുടെ പാർട്ട്ണർ, പുരുഷന്മാരറിയേണ്ടത് ഭാര്യയോട് വിവേകത്തോടിടപെടുക. ആ വിവേകം എന്ന പദത്തിൽ വരുന്നതാണ് തൻ്റെ പാർട്ട്ണറുടെ വൈകല്യങ്ങൾ അറിയണം, ഭാര്യയുടെ ശാരീരിക അവസ്ഥ അറിയണം, ഭാര്യയുടെ മനോനില അറിയണം. ഇതെല്ലാം അറിയാതെ പോയാൽ അപകടമാണ്. അപ്പോൾ ഓർക്കണം, സ്ത്രീകൾ ബലഹീന പാത്രമാണ്, കൃപയ്ക്ക് കൂട്ടവകാശികളാണെന്നുള്ള അറിവിൽ നമ്മൾ ഒന്നാമത് വിവേകത്തോടിടപെടുക. അപ്പോൾ ഇവരെ അറിയണം, ഇവരെല്ലാ ഡേറ്റ് ഓർത്തു വെക്കും, ഒറ്റ ഡേറ്റ് പോലും മിസ് ചെയ്യരുത്. അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ, ഇവരെ നമ്മൾ ഇവർക്കൊരു ചെറിയ, നിങ്ങൾ കേൾക്കണ്ട കേട്ടോ, അവരോട് പറയുക, ഇവർക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ 100 തെറ്റ് ചെയ്താലും ഒറ്റ നന്മയുടെ പേര് മറന്നു കളയല്ല. 100 തെറ്റ് നമ്മുടെ പേരിൽ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ, പക്ഷെ ഒറ്റ നന്മ ചെയ്താൽ അതെല്ലാവരും മനസ്സിൽ നിർത്തം കളയും. നമ്മളങ്ങനല്ല, 100 നന്മ ഇവർ ചെയ്താലും നിങ്ങൾ 100 ഒറ്റ തെറ്റിൽ 100 നന്മ എടുത്ത് കളഞ്ഞിട്ട് ഈ ഒറ്റ തെറ്റും പൊക്കി പിടിച്ചുകൊണ്ട് വരും. പരസ്പരം അറിയണം. നമ്മളിന്ന് അറിഞ്ഞു കഴിയുമ്പോഴേ, ഈ ക്യാമ്പ് കഴിയുമ്പോൾ അറിഞ്ഞ് സ്നേഹിക്കണം. ദൈവം കുടുംബത്തെ സ്ഥാപിച്ചിരിക്കുന്നതിനാണ്. സ്വർഗത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് കുടുംബം. അപ്പോൾ അതിന് നമ്മൾ അറിയുക എന്നുള്ളതാണ്. ആ അറിവിൽ ഒന്നാമത് വിവേകത്തോട് ഇടപെടുക എന്ന പദത്തിൽ ഒരു പുരുഷൻ അറിയേണ്ട കാര്യമാണ് ഭാര്യ അറിയണം. ഇനി അടുത്തൊരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. ഇവരെ അറിയുക എന്ന് പറയുമ്പോൾ, വിവേകത്തോട് ഇടപെടുക എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഒരു ദിവസത്തെ വൊക്കാബുലറി കുറഞ്ഞത് 16,000 ഉണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് ഡെയിലി വൊക്കാബുലറി 16,000, കുറഞ്ഞത് 16,000. ഇനി നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, പാവങ്ങളാ, ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയതാ, നിങ്ങളെ എല്ലുകൊണ്ടുവാ. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയതിൻ്റേതായ ഒരുപാട് പരിമിതികളുണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്ന് അറിയണം.
നിങ്ങളെപ്പോലെ അത്ര വലിയ ഇരിപ്പ് കാണുമ്പോൾ വലുതാണെന്ന് തോന്നിയാൽ പാവമാണ്. അയ്യോ പാവം, മണ്ണല്ലയോ, വെള്ളം വീണ അലിയാനുള്ളതേ ഉള്ളൂ. ഇരിപ്പ് കണ്ട റാഷും റൂഡും ഒക്കെ ആണെങ്കിൽ സാധുവാകട്ടോ. ഈ സാധുവിന് ഒന്നാമത്തെ ബലഹീനത, ഈ സാധുവിൻ്റെ ബലഹീനത എന്താണെന്നറിയാമോ? പുള്ളിക്ക് 7000 വൊക്കാബുലറി ഉള്ളൂ ഡെയിലി. നിങ്ങൾക്ക് 16,000 ഉണ്ട്, ഇവർക്ക് 7,000 ഉണ്ട്. ഇതാ വീട്ടിലെ ക്ലാഷിൻ്റെ അടുത്ത ഭാഗം. പല കുടുംബങ്ങളുടെയും ക്ലാഷ് അവിടെയാണ്. 16,000 ഉള്ള ആൾ 16,000 ദിവസം തീരാതെ ഉറങ്ങാൻ പറ്റില്ല. ഇവർക്ക് 7,000 ഉള്ളൂ. ഇനി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് 2 സഹോദരിമാർ സംസാരിക്കുമ്പോൾ വരുന്ന ടോപ്പിക്കുകളെല്ലാം കുടുംബ കേന്ദ്രീകൃതമാണ്, ഫാമിലിയോ ബന്ധപ്പെട്ട. ചോദിക്കും, നിങ്ങളുടെ അച്ചായന് ഏത് മീൻകറിയാണ് ഇഷ്ടം? അയ്യോ ഞങ്ങളുടെ അച്ചായന് കുടംപുള്ളി ഇട്ട കറിയാണ് ഇഷ്ടം. നിൻ്റെ അച്ചായനോ? എൻ്റെ അച്ചായന് വറുത്തരച്ചതാണ് ഇഷ്ടം. മക്കൾക്കോ? ഇപ്പം ഇതൊന്നും കഴിക്കത്തില്ല. 2 പുരുഷന്മാർ സംസാരിക്കുമ്പോൾ മീൻകറിയുടെ കാര്യമില്ല. ഓട്ട് മറിയുമോ അറിയത്തില്ല, അവർ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. ഇല്ല, ഇത് അടിയൊഴുക്കുണ്ട്, ഇതൊക്കെയാണ്. ഇവർക്കിതുണ്ടോ? ടോപ്പിക്കൽ വിത്ത് ജനറലാണ്. നിങ്ങൾ കുടുംബത്തിലേക്കാണ്. ഇനി അല്പം കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾക്ക് പുരുഷന്മാർക്കെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി സംസാരിച്ചു, കുറേ കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്ക്, രാഷ്ട്രീയം 10 പറഞ്ഞു കഴിയുമ്പോഴേക്ക് 7,000 വൊക്കാബുലറി തീരും. നിങ്ങൾ പക്ഷേ രാവിലെ എഴുന്നേറ്റു, പിള്ളേരോട് കുറച്ച് പറഞ്ഞു, അച്ചായനോട് കുറച്ച് പറഞ്ഞു, ആകെ 2,000 തീർന്നു. പിന്നെയും 12,000 14,000 ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഫോൺ വന്നു, കുറച്ച് പറഞ്ഞു നോക്കി, കുറച്ച് പ്രാർത്ഥിച്ചു നോക്കി, കുറച്ച് ആരാധിച്ചു നോക്കി, പിന്നെ അപ്പുറത്തോട്ടിറങ്ങി നോക്കി. ഇങ്ങനെയൊക്കെ കുറഞ്ഞിട്ടൊരു 10,000 തീർന്നുള്ളൂ. പിന്നെയും കിടക്കുക. പാവപ്പെട്ടവനാണെങ്കിൽ സന്ധ്യ ആയപ്പോഴത്തേനും എല്ലാം തീർന്നു. 7,000-ൽ 6,900 തീർന്നു. ആകെ 100 വോക്കാബുലറിയും കൊണ്ട് വീട്ടിലോട്ട് വരുമ്പോൾ പ്രിയപ്പെട്ടവൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. 10,000 തീർത്തിട്ട് 6,000 കൊണ്ടിരിക്കുക. വെപ്രാളപ്പെട്ടിരിക്കുന്നു. ആര് വരും? പിള്ളേരൊക്കെ അവരവരുടെ കാര്യം നോക്കി മാറി. ആരും വരാതിരിക്കുമ്പോഴാണ് അച്ചായൻ ദേ വരുന്നു. ഒന്നാമത്തെ വൊക്കാബുലറി നിന്ന് വീഴുന്നു. ഇതുവരെ ഞാൻ വിളിച്ചിട്ട് എന്താ അച്ചായൻ എടുക്കാഞ്ഞ്? റേഞ്ചില്ലായിരുന്നു. ഈ 100 റേഞ്ച് ഇല്ലായിരുന്നു. ഇതുവരെ എവിടെ ആയിരുന്നു? റേഞ്ച് ഇല്ലായിരുന്നു. ഇതുവരെ ഇത്രയും നേരം എവിടെ ആയിരുന്നു? വീണ്ടും വരുന്നു. 6,000 പുരുഷന്മാർ പെട്ടെന്ന് ക്ഷോഭിക്കും. വേണ്ടാതിരി, കൂടുതൽ സംസാരിക്കണ്ട. 100 വീഴുന്നേ. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. കുറേ കഴിയുമ്പോഴേക്കും പിന്നെ പുരുഷന്മാരുടെ തീരാറാൻ പറയുന്നതിനെന്നറിയാമോ? മിണ്ടരുത്, കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞു, ഇനി സംസാരിക്കരുത്, ശബ്ദം കേൾക്കരുത്. 100 ഉള്ളെന്നൊരു ബോധ്യം ആദ്യം വേണം. ഇത് 100 തീർന്നാലും 6,000 തീരത്തില്ല. പിന്നെ ഇത് അടുക്കളയിലോട്ട് പോകുമ്പോഴും ഈ 6,000 പൊയ്ക്കൊണ്ടിരിക്കുക. അടുക്കളയിൽ ചെന്ന് പാത്രം എടുക്കുമ്പോഴും 6,000 നടന്നുകൊണ്ടിരിക്കുക. തിരികെ വന്ന് ഭക്ഷണമെടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചാലും 6,000 ഇങ്ങനെ പുറപ്പെടുക. നമ്മുടെ ഇടയ്ക്ക് മതി നിർത്ത്, അയ്യോ 100 ഉള്ളത് ഇതേ ഉള്ളൂ, ഇതുകൊണ്ട്. എന്നിട്ട് പറയും, ദൈവമേ എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ? കാര്യം ആദ്യം വിവേകത്തോടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കും പറഞ്ഞുതരാം. എന്താണെങ്കിലും വൈകുന്നേരം വരുമ്പോൾ 100 ഉള്ളല്ലോ, ഇരിക്കുന്നതിൻ്റെ കയ്യിൽ 10,000-ഓളം ഉണ്ടെന്നറിയാമേ. ചെന്ന് കയറുമ്പോഴേ ചോദ്യം വരും, വിളിച്ചിട്ട് എന്താ എടുക്കാഞ്ഞത്? അതിന് മറുപടി അതല്ല പറയേണ്ടത്. നിന്നെ കാണാനായിട്ട് എപ്രാളപ്പെട്ട ഞാൻ വന്നത് ഉണ്ടോ, അതാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അതിന് മറുപടി വേറൊന്നുമല്ല. അടുത്തത് അപ്പോൾ ആദ്യം തന്നെ ചോദ്യം പെട്ടെന്ന് സ്കിപ്പാവും. അടുത്ത വരുമ്പോൾ ഇത്രയും നേരം എവിടെ ആയിരുന്നു ചോദിക്കുമ്പോൾ മറുപടി അതിന് കൊടുക്കണ്ട, അതവിടെ വിട്ടിട്ട് അടുത്തത് പറയണം, ദേഷ്യപ്പെടുമ്പോൾ നിൻ്റെ മുഖം കാണാൻ നല്ല അഴകാ. അപ്പോൾ ആ ചോദ്യം അവിടെ വിടും, അടുത്ത ചോദ്യത്തേക്ക് വരും. അപ്പോൾ ഇതിലൂടെ അങ്ങോട്ട് പിന്നെ നമ്മൾ അടുത്ത ചോദ്യം വരുന്നതിന് മുമ്പേ നമ്മൾ ചോദിക്കണം, നിൻ്റെ മുഖം വാടിയിരിക്കുന്നില്ല, എന്തോ പറ്റി? ആരെങ്കിലും വന്നായിരുന്നോ? അത്രയും ചോദിക്കുമ്പോൾ ആരുടെയും കാര്യം പറയും, ആരെയും വിളിച്ചോ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നും വേണ്ട, ഉയ്യോ ഹോ ഉയ്യോ ഓ
ഇതൊക്കെ നമ്മൾ കേട്ടാൽ തന്നെയാണ് ഈ പറയുന്നത്. അല്ല അന്നേരം നീ ഇന്നലെ പറഞ്ഞതാണെന്നൊന്നും പറഞ്ഞേക്കരുത്, പറഞ്ഞാൽ തീർന്നു. അതിനേക്കാൾ നല്ലത് പുതുതായിട്ട് കേൾക്കുന്നത് പോലെ തോന്നാവൂ. അയ്യോ അയ്യോ പറയുന്നത് എന്താ? ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ പൂച്ച നോക്കി, പൂച്ച കണ്ടു, അവിടുന്ന് ശബ്ദം കേട്ടു. ഇതൊക്കെയാ. അതൊന്നും നമ്മൾ ചെറുതായിട്ട് കാണരുത്. കാര്യം 10,000 വൊക്കാബുലറി ഒരാളുടെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നതെന്നൊരു ബോധ്യം വേണം. വിവേകത്തോടെ ഇടപെടണം. 10,000 തീർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വർഗമായി വീട്. ഇത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അറിയേണ്ട അടുത്ത കാര്യം. ഇനി അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സഹോദരന്മാരറിയേണ്ട കാര്യം, ഭാര്യ കുടുംബനാഥ ഒരാളെ പ്രതീക്ഷിച്ചാണ്, ഒരാളുടെ വാക്ക് വിശ്വസിച്ചാണ് നിങ്ങളുടെ കൂടെ ഇറങ്ങിയത്. നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ആദ്യം അറിയേണ്ടത്. ഏതൊരു ഭർത്താവും അറിയേണ്ട കാര്യം. ലോകത്ത് മറ്റാരും കണ്ടിറങ്ങിയതല്ല. വീട്ടുകാരെ വിട്ട്, ബന്ധുക്കളെയും ചാർച്ചക്കാരും ജനിച്ചു വളർന്ന് പഠിച്ച് കളിച്ചു വളർന്ന ചുറ്റുപാടിനെ വിട്ടിട്ട് ഒരാളുടെ ഉടമ്പടി കേട്ടിറങ്ങിയത്. അവർ വിചാരിച്ചത് ദൂതനാന്നും പറഞ്ഞാ വന്നേ. അവർ വിചാരിച്ച അങ്ങനെ. അവർ ഷേക്സ്പിയർ കഥകളിൽ നായകനെയൊക്കെ കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞവർ അങ്ങനൊരു പ്രതീക്ഷയോടെ വന്നതാണ്. വന്നു കഴിഞ്ഞ് ആ ധാരണ തെറ്റിച്ചു. ഇനി തെറ്റരുത്, അവർക്ക് വേണ്ടത് കരുതലാണ്. ഇനി അടുത്ത കാര്യം വിവേകം. ആ വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഭാഗത്തുനിന്ന് അടുത്ത ഭാഗത്തേക്ക് പോകാം. വിവേകം എന്ന പദത്തിൻ്റെ അടുത്ത അർത്ഥം, നമ്മൾ എങ്ങനെ വിവേകത്തോട് ഇടപെടണമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കുടുംബജീവിതത്തിൽ നമ്മൾ കുടുംബത്തിൻ്റെ വിജയത്തിന് നമ്മൾ പാലിക്കേണ്ട ഭാഗം, കുടുംബജീവിതത്തിൽ നമ്മൾ വിവേകത്തോട് ഇടപെടുക എന്ന് പറയുമ്പോൾ കുടുംബജീവിതത്തിൽ പരസ്പരം അറിയേണ്ടത് കുറവുകൾ അറിയാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. കുറവുകൾ അറിയുക എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റുകളുടെ ആഴമല്ല, നമ്മുടെ പാർട്ട്ണറുടെ ബലഹീനത എന്താണെന്ന് അറിയുക. ആ ഭാഗത്ത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവിടെയാണ് അത് വിജയമാകുന്നത്. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിന് വേണ്ടി പൊരുതാൻ എഴുന്നേൽക്കുക എന്ന് പറയുമ്പം പൊളിച്ചിട്ട് പൊരുതുകയല്ല, കുടുംബത്തിന് വേണ്ടിയാണ് പൊരുതേണ്ടത്. പൊരുതാൻ എഴുന്നേൽക്കുന്നവർ ദൃഢനിശ്ചയത്തോടെ വേണം എഴുന്നേൽക്കാൻ. കാരണം ഞാൻ കുടുംബം ശരിയാക്കാൻ വേണ്ടി നമ്മൾ പൊരുതാൻ എഴുന്നേൽക്കുമ്പോൾ അതിനുവേണ്ടി തയ്യാറായില്ലെങ്കിൽ നമ്മൾ പോരാടേണ്ട പല മേഖലകളിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുടുംബത്തെ നന്നായി പരിപാലിക്കുക എന്ന് നമ്മൾ തിരുവചനത്തിലൂടെ പഠിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, കുടുംബത്തിൽ വിവേകത്തോടിടപെടുക. ആ വിവേകത്തിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് വിവേകത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ, രണ്ടുപേർ തമ്മിലുള്ള ആ ഐക്യതയും ആ സ്നേഹവും ആ കരുതലുമൊക്കെ തലമുറകൾ കാണാനിടയാകണം. നമ്മുടെ കുടുംബത്തിൽ തലമുറകളുണ്ടെങ്കിൽ അവർക്ക് മാതൃകയാക്കുന്ന തരത്തിൽ നമ്മുടെ കുടുംബജീവിതത്തെ നമ്മൾ ഡിസൈൻ ചെയ്യണം. നമ്മുടെ കുടുംബത്തിലുണ്ടാകേണ്ട അടുത്തൊരു ഭാഗമാണ് യൗവനക്കാരായ പെൺകുട്ടികൾ അമ്മമാരെയാണ് മാതൃകയാക്കുന്നത്. അതുപോലെ തന്നെ യൗവനക്കാരായ ആൺകുട്ടികൾ അപ്പന്മാരെയാണ് മാതൃകയാക്കുന്നത്. ഈ മാതൃകയ്ക്കൊത്തവണ്ണം നമ്മുടെ ജീവിതമാകണം അവർക്ക് നല്ല പാഠപുസ്തകം. അതിനുവേണ്ടി ഓരോ വ്യക്തികളും എടുക്കേണ്ട ഒരു ദൃഢനിശ്ചയം, ദൃഢപ്രതിജ്ഞയാണ്. പലപ്പോഴും നമ്മൾ പറയുന്നു, ഞാൻ അനുഭവിച്ചത് നിനക്ക് ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു ജീവിതം കൂടെ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നാണ് നമുക്ക് ഈ ക്യാമ്പിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയേണ്ടത്. ഏറ്റവും അന്വർത്ഥമായ കാര്യം അതാണ്. ഇനി അപ്പോൾ വിവേകത്തോടെ ഇടപെടുക, കുടുംബജീവിതത്തിൽ വിവേകത്തോടെ ഇടപെടുക എന്ന പദം. ഇനി പുരുഷന്മാരുടെ കാര്യം പറയാം. സഹോദരിമാർ മനസ്സിലാക്കുക, നിങ്ങളോടാണ് ഇനി പറയാൻ പോകുന്നത്. അത്ര അവരോട് പറഞ്ഞല്ലോ, ഇനി നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് നിങ്ങളാദ്യം മനസ്സിലാക്കേണ്ടത് ഭർത്താവിൻ്റെ രീതികളും ഭർത്താവിൻ്റെ ചെയ്തികളെയും തിരുവചനത്തിൽ ലേഖനങ്ങളിൽ പറയുന്നൊരു പദമുണ്ട്, കീഴടങ്ങുക, ബഹുമാനിക്കുക. ഈ പദങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇനി മനഃശാസ്ത്രപരമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 തരത്തിലാണ് മനോനിലയിൽ ഇടപെടൽ നടക്കുക. അതായത് സ്നേഹത്തിൻ്റെ ഇടപെടലുകൾ മനുഷ്യ മനസ്സിൽ
സ്ത്രീയെന്നും പുരുഷനും എന്ന നിലയിൽ രണ്ട് നിലകളിലാണ്. ഞാനത് ഒന്നുകൂടെ ലളിതമായിട്ട് പറയാം. അതായത് സ്ത്രീകൾക്ക് സ്നേഹമെന്ന് പറയുന്നത് പ്രകടനത്തിലൂടെയാണ്. ഈ പ്രകടനത്തിലൂടെ സ്നേഹമാണ്. അവർക്ക് പ്രകടിപ്പിച്ചാൽ മതി, അത് സ്നേഹമായിട്ട് കൺവെർട്ടാവും. പുരുഷന്മാർക്ക് ആ പ്രകടനത്തിന് വേറൊരു ഭാഗമുണ്ട്. അവർക്ക് ബഹുമാനമാണ് സ്നേഹമായി കൺവെർട്ടാകുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, സ്ത്രീയുടെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ സ്നേഹമായിട്ട് കൺവെർട്ടാകുന്നത് എന്താണെന്നറിയാമോ? സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളും വാക്കുകളും ഒക്കെയാണ്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി കചായിക്കുക എന്ന് പറയുന്ന പോലെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് സ്നേഹമാണെന്നാണ്. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചക്കരവാക്കിൽ വീണുപോകും. പൊന്നെ, മുത്തേ, കരളെ എന്നൊക്കെ വാട്സാപ്പിൽ ആരെങ്കിലും ഇട്ട് കഴിയാൻ പിന്നെ ഫേസ്ബുക്കിൽ വന്നു കഴിയുമ്പോൾ അയ്യോ ഇത് അല്ല ലൈക്ക് അടിച്ച് തിരിച്ചങ്ങോട്ടൊരിത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ വാക്കുകൾ, സ്നേഹത്തിൻ്റെ വാക്കുകളും സ്നേഹത്തിൻ്റെ ചില ഇടപെടലുകളും ചേഷ്ടകളുമൊക്കെ മനസ്സിൽ സ്നേഹമാണെന്ന് ധാരണ വരും. അതങ്ങനെയാണ് സിസ്റ്റം, ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അപാകത മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കൾ ശ്രദ്ധിച്ചോണം. നമ്മുടെയൊക്കെ പല കുഞ്ഞുങ്ങളും 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളും അതിൽ മുകളിലിട്ടുള്ള കുഞ്ഞുങ്ങളും രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 12 വയസ്സിലേക്ക് മുകളിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങളോടൊക്കെ നിങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണ്? പല കുഞ്ഞുങ്ങളും ഒരു സമയം കഴിയുമ്പോൾ ഒരുപാട് അഫയറുകളിൽ ബന്ധപ്പെടുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത താങ്ങാൻ പറ്റാത്ത വൈഷമ്യത്തിലേക്ക് അകപ്പെടുന്നു. ഒരുപാട് കുടുംബങ്ങളിൽ തലമുറകളെക്കുറിച്ചുള്ള പ്രാർത്ഥനാ വിഷയം ഉയർത്തുന്നത് കുഞ്ഞുങ്ങൾ പല ഇതര സോഷ്യൽ മീഡിയയിൽ അടിമകളാണ്, ഇതര ബന്ധങ്ങൾക്ക് അവർ അടിമകളാണ്, ഇതര സൗഹൃദങ്ങളിൽ അകപ്പെട്ടു. ഇതിൻ്റെ കാരണം എന്താ? നമ്മൾ പറയും പിശാച് ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വെറുതെ എന്നെ പറയരുത്, ഞാനാണോ പിന്നെ ഇത് ചെയ്തു കൂട്ടിയത്. നമ്മൾ ഈ പിശാചാണെന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒളിച്ചോട്ടമാണ്. എൻ്റെ പ്രിയരെ, എത്ര പേർ കുഞ്ഞുങ്ങൾക്ക് ചുംബനം നൽകിയിട്ടുണ്ടെന്നല്ല. ഞാനിതിൻ്റെ ഗൗരവം അറിഞ്ഞത് എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് LKG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കേംബ്രിഡ്ജിൻ്റെ ഒരു സ്കൂളാണ്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കുക. ആ സമയത്തൊരു കുഞ്ഞിനോട്, മാതാപിതാക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്, ആ കുഞ്ഞിനോട് ബന്ധപ്പെട്ടൊരു കാര്യം ആ അധ്യാപിക പറഞ്ഞത് കെ ഫോർ കിസ്. ആ വാക്ക് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് ചോദിക്കുന്നു, കിസ് അതെന്താണെന്ന് അറിയാതെ ഒന്ന് നോക്കുകയാണ്. അപ്പോഴാണ് ഒരു നല്ല സമൂഹത്തിൽ നല്ല പ്രൊഫൈലുള്ളൊരു ഫാമിലിയാണ്, പക്ഷെ ആ കുഞ്ഞിന് LKG സ്റ്റുഡൻറ്റിന് ഒരു കിസ് പോലും കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരോടുന്നത് ഈ കുഞ്ഞിന് വേണ്ടിയാണ്, അവരുടെ ജോലി ഈ കുഞ്ഞിന് വേണ്ടിയാണ്, അവരുടെ ലൈഫ് മൊത്തം ഈ കുഞ്ഞിന് വേണ്ടിയാണ്. പക്ഷേ ഇവരുണ്ടാക്കുന്ന സമ്പത്ത് അനുഭവിക്കുന്നതിന് മുൻപ് ആ കുഞ്ഞിന് ഈ സമ്പത്തിനേക്കാൾ വേണ്ടത് ആ കുഞ്ഞിന് വേണ്ടത് പേരൻസിനെയാണ്, സ്നേഹിക്കുന്ന മാതാപിതാക്കളെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർമ്മിപ്പിക്കാം, നമ്മുടെ പെൺകുഞ്ഞുങ്ങളോടുള്ള നിങ്ങളുടെ സമീപനം ആൺകുഞ്ഞുങ്ങളോടും എങ്ങനെയാണെന്നല്ലേ? നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളോടൊപ്പം വളരുമ്പോൾ ആൺകുഞ്ഞുങ്ങളെ അമ്മ ഒന്ന് ചുംബിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയാമോ? കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, മോനോടല്ലേ. കുഞ്ഞിനെ എല്ലാ ദിവസവും കെട്ടിപ്പിടിച്ച് കവിളത്ത് ചുംബനം കൊടുത്ത് അയക്കുന്ന ശീലമുണ്ടാക്കുക. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ കാതിൽ പറയണം ഐ ലവ് യു എന്ന് പറയണം. അപ്പൻ പെൺമകളോട് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്താലേ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഇതുപോലെ ചെന്ന് കഴിയുമ്പം ഡിയർ ഐ ലവ് യു, ആ ഡാഡി, എൻ്റെ ഡാഡി എനിക്ക് തരുന്നത് ഇതുപോലത്തെ ഒരു വാക്കുമായിരുന്നു. ഇതൊന്നും പറയാത്ത കൊണ്ടാണ് ഏതെങ്കിലും കോന്തം കയറി ലവ് യു ഡിയർ എന്ന് പറയുമ്പം നിൻ്റെ കുഞ്ഞ് അങ്ങോട്ട്
വിവേകത്തോടെ, കുടുംബത്തിൽ വിവേകത്തോടെ. ഇന്ന് ഈ ക്യാമ്പ് കഴിയുന്നതിന് മുമ്പ് പെൺമക്കളിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുന്ന സമയം കണ്ടെത്തണം. അവർക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. പക്ഷേ അവരുടെ കുഞ്ഞിക്കഥകളും ചെറിയ ചെറിയ നൊമ്പരങ്ങളെ കേൾക്കുന്ന ഒരമ്മയുണ്ടെന്നറിഞ്ഞാൽ എല്ലാം അവർ തുറന്നു പറയും. എന്തിനും ഏതിനും വാക്ക് തുടങ്ങുന്നതിന് മുൻപേ പ്രതികരിക്കുന്ന പിതാവാണോ? നിങ്ങൾ ഫെയിലാണ്, നിങ്ങൾ തോറ്റുപോയി, നിങ്ങളെ കൊണ്ട് കൊള്ളത്തില്ല, ഈ വിവേകമെന്നതിൽ പരാജയപ്പെട്ടു പോയി. ആദ്യം വേണ്ടത് ക്ഷമയുടെ ഏറ്റവും നല്ല ഇടപെടൽ കേൾവിയാണ്. ഏറ്റവും നല്ലൊരു ശ്രോതാവായി മാറണം. ആരുടെയാ? മകൻ്റെ, മകളുടെ ചെറിയ നൊമ്പരങ്ങൾ വരെ കേട്ടിട്ട് അതിനുവേണ്ട സംയമനത്തോടെ നിൽക്കുന്ന, കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്ന ഒരപ്പനാണോ? നിങ്ങൾ വിജയിച്ചു, നിങ്ങൾ വിജയിച്ചു. അതാണ് വിവേകത്തോടെ. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ക്യാമ്പ് ദൈവമായിട്ടൊരുക്കിയതാണ്. ഇവിടെ നിങ്ങൾക്ക് സമർപ്പിക്കപ്പെടാം, തലമുറകളുമായി പിണക്കങ്ങൾ പരിഹരിക്കാം, ആ നടുവിലുള്ള ഇടർച്ചകൾ മാറ്റാം. വിവേകത്തോടെ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ പ്രകടനങ്ങൾ ഉണ്ടാവണം, കുടുംബത്തിലെ പ്രകടനങ്ങൾ ഉണ്ടാവണം. അത് തലമുറകളോട് ബന്ധപ്പെട്ടാണ്. അവർക്ക് നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്നേഹം പ്രകടിപ്പിച്ചേ പറ്റൂ. പെൺകുഞ്ഞുങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കണം. അതുകൊണ്ട് പെൺമക്കൾക്ക് നേരെ സ്നേഹമുണ്ടെന്നും പറഞ്ഞ് ഡാഡി ഇരിക്കുകയാണ്. അച്ഛായ അപ്പോൾ പോന്നു. ആ പോട്ടെ, പിന്നെ വരുമെന്നാണ് പറഞ്ഞത്. വരട്ടെ. മസിലൊന്നും പിടിച്ചിട്ട് കാര്യമില്ല. പെൺകുട്ടിയാണ്, സൈക്കോളജി പ്രകടനം വേണം. ഇതില്ലാതെ വന്നാൽ പ്രകടിപ്പിക്കുന്നവൻ്റെ പുറകെ പോകും. അതുകൊണ്ട് പ്രകടിപ്പിക്കണം. മോളെ, കുഞ്ഞേ എന്ന് വിളിച്ച് സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പോഴാണ് അകത്തേക്ക് കയറുക. സ്നേഹം വന്നു, എൻ്റെ ഡാഡി എന്നെ സ്നേഹിക്കുന്നു. ഭാര്യയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അറിയാമോ? നിനക്ക് അറിയാമോ? നിനക്കറിയത്തില്ലേലും എനിക്കറിയാം. ഞാൻ നിന്നെ എത്രമാത്രം കല്യാണം കഴിച്ചെൻ്റെ അന്ന് മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പുള്ളിക്കാരി നോക്കുക, എന്ന് ഞാനിതുവരെ അറിഞ്ഞില്ലേ? നീ ചങ്ക് പറിച്ച് നോക്ക്. ഭർത്താക്കന്മാരറിയണം, ഭാര്യയ്ക്കും സ്നേഹത്തിൻ്റെ പ്രകടനം വേണം. ജനിസതാണ്. അതുകൊണ്ട് അമ്മയും മകളെയും അപ്പനറിയണം വിവേകത്തോടെ. അവർക്ക് വേണ്ടത് പ്രകടനമാണ്. അതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വിളമ്പിത്തരുമ്പം തന്നെ ആ കൈക്ക് പിടിച്ചൊന്ന് കൂടിയിരുത്തിയിട്ടുണ്ട് ഒരിക്കലെങ്കിലും. ഭക്ഷണമൊക്കെ വിളമ്പിത്തരുന്ന അച്ചായ, ഇതോടെ ഇടട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടിരുന്ന് ക്രേത്തരെ പോലെ ആകരുത്. ഇട്ടോ, ഇതോടെ അതുകൂടെ എടുത്തിടെ, എല്ലാം ഇങ്ങോട്ടിടെ എന്നല്ല. അവിടെ പിടിച്ചിരുത്തിയിട്ട് നീയോടൊന്നിരിക്കുക എൻ്റെ കൂടെ. എത്ര നാളായി നമ്മൾ ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിച്ചിട്ട്? പലപ്പോഴും ഞങ്ങൾക്ക് തന്നിട്ടല്ലേ, നീ പിന്നീടല്ലേ കഴിച്ചിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ചൊന്ന് കഴിക്കാം. വിളമ്പി അങ്ങോട്ടൊന്ന് കൊടുത്തു നോക്കണം. അങ്ങനൊരു പ്രകടനമുണ്ടല്ലോ ജീവിതത്തിൽ ഉണ്ടാക്കുന്നൊരു ഊഷ്മളത, അത് വലുതാണ്. അത് നിങ്ങളുടെ കുടുംബം ലൈവാക്കി നിർത്തും. അതുകൊണ്ടാണ് നമ്മൾ അസൂയോടെ ചിലർ പുതുമോടിയാന്ന് പറയത്തില്ലേ. ഇത് അങ്ങനെ ഒന്നൊരു സിസ്റ്റമില്ല. നമുക്ക് പറ്റിയ അപാകതയാണ്. ലൈഫ് എന്നും പുതുമോടിയോടെ നിർമ്മിക്കാൻ, നടത്താൻ കഴിവുള്ള ഒരു കാര്യം. അതിന് നമ്മൾ എടുക്കേണ്ട ഒരു ദൃഢപ്രതിജ്ഞ. ഇന്ന് നമ്മൾ വിവേകത്തോടെ. ഇനി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിവേകത്തോടെ ഇടപെടേണ്ട കാര്യം. നിങ്ങൾ വിചാരിച്ചത് സ്നേഹത്തിൻ്റെ 2 വാക്ക് പറഞ്ഞാൽ പുള്ളിക്കറിയാം, അയ്യോ ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകത്തില്ലത്. നിങ്ങൾ സ്നേഹത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ അകത്ത് വരുന്നത് ചുമ്മാ പോക്കുക, അവൾ എന്നിട്ട് എന്തോ എൻ്റെ ഒപ്പിക്കാൻ വേണ്ടി എന്നെ പോക്കുക. അത് നിങ്ങൾ അച്ഛനെ കണ്ടാൽ മമ്മൂട്ടിയെപ്പോലെ ഇരിക്കുന്നു. ഞാൻ നോക്കിയിട്ട് എൻ്റെ മുഖം കണ്ടിട്ട് ഇടിമിന്നലേറ്റ പോലെ. അപ്പോഴവൾ എന്തോ എൻ്റെ ഒപ്പിക്കാനാണ്. ഈ മനസ്സിൽ ഇതേ വരുള്ളൂ. ഇവർക്ക് സ്നേഹം, പുരുഷൻ എങ്ങനെ സ്നേഹം അകത്ത് കൺവെർട്ടാകുമെന്നറിയാമോ? വരുന്നുടനെ അയ്യോ അച്ചായൻ വന്നു, മോളെ ഡാഡി വന്നു. അപ്പോൾ എന്നെ കണ്ടെഴുന്നേറ്റു. സ്നേഹ പിടികിട്ടിയോ? അതായത് ബഹുമാനത്തെയാണ് പുരുഷൻ്റെ അകത്ത് സ്നേഹമായി കൺവെർട്ടാകുന്നത്. നിങ്ങളെങ്ങനെയൊക്കെ ബഹുമാനിക്കുന്നോ ആ ബഹുമാനം പുരുഷനിലേക്ക് പോകുന്നത് സ്നേഹമായിട്ടാണ്. ദൈവം വെച്ചിരിക്കുന്നത് അങ്ങനെ.
നിങ്ങൾ ഇന്ന് വീട്ടിൽ വെച്ച് നോക്കണം, അച്ചായൻ വരുന്നേ, മോളെ ഡാഡി വരുന്നുണ്ട്, എല്ലാവരും കൊണ്ടൊന്ന് എഴുന്നേറ്റ്. അതുകൊണ്ടാണ് പുരുഷന്മാരെ മാത്രം ഇങ്ങനെ പൊക്കുമ്പോൾ അവർക്കൊരു ഇതില്ലേ. ഇന്ന് വന്നിട്ടുണ്ട് റവറൻറ്റ് ഡോക്ടർ, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്റാർട്ടിക്ക വരെ അദ്ദേഹത്തിന് സഭയുണ്ട്. അത് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതാ ഇങ്ങനെ ഇത് പുരുഷൻ്റെ സ്വഭാവമാണ്. ഇങ്ങനെ അതാണ് അന്നേരം പുള്ളിക്ക് തോന്നലോ എന്നെ ഭയങ്കര സ്നേഹമാണ്. ഇവിടെയാണ് നാം അറിയേണ്ടത് പുരുഷനിൽ ബഹുമാനത്തിൻ്റെ പ്രകടനങ്ങൾ, സ്നേഹത്തിൻ്റെ വാക്കുകളല്ല, ബഹുമാനത്തിൻ്റെ. അതുകൊണ്ടാണ് സ്ത്രീകളോട് പറഞ്ഞത് കീഴടങ്ങണമെന്നൊക്കെ. എന്തായാലും പറയുന്നുണ്ട് അച്ചായെന്ന്, അല്ലാതെ അച്ചായ മിട്ടായി അവിടെ എനിക്കറിയാം. അപ്പോഴേ പുള്ളിക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല കണ്ടോ. അപ്പോൾ അത് ആ ടോണൊന്ന് മാറ്റിയാൽ മതി. ഇത്രയും ബഹളം ഒഴിക്കാൻ അതേ സാധനം പറഞ്ഞു അച്ചായനൊന്നും മിണ്ടാതിരുന്നേ, അത് തീർന്നില്ലേ? അപ്പോഴത്തേനും അയ്യോ, അല്ലാതെ അച്ചായൻ മിണ്ടായി ജോസ്റ്റാ. ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ കണ്ടത് ആ പാവപ്പെട്ട പ്രാർത്ഥന വിഷയം പറഞ്ഞപ്പം ജോസ്റ്റാ, പിന്നെ പുള്ളി ഒന്നും മിണ്ടുന്നില്ല. എന്നാ എന്നീ പറഞ്ഞോ എന്നാ പറയുന്നത്. ഇതല്ല, സ്നേഹത്തിൽ ജോസ്റ്റാനൊന്നും മിണ്ട ഒരു കുത്ത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇവരെ ജോസ്റ്റാനൊന്നും മിണ്ടാതിരുന്നേ. അത് അല്ലാതെ കയറി ജോസ്റ്റാ എന്നൊക്കെ വിളിക്കുന്നതിന് ശാന്തമായിട്ടൊരു കുത്ത് വരി ഒന്നും വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാം. പിന്നെ പാവമാണ്, അതല്ലേ പറഞ്ഞത്, മണ്ണായതുകൊണ്ട് എളുപ്പം അലിയും. നിങ്ങൾ വിവേകത്തോടെ ഇടപെടണം. അതാണ് വിവേകത്തോടെ. ആ വാക്ക് കുടുംബജീവിതത്തിൽ അത്ര പ്രാധാന്യതയാണ്. അപ്പോൾ കുടുംബം സ്വർഗമാകണമെങ്കിൽ വിവേകത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ വിവേകത്തോട് ഇടപെടുക എന്ന പദത്തെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി വിവേകത്തോട് ഇടപെടുക എന്ന പദത്തിൻ്റെ ബിബ്ലിക്കലി ഞാൻ അടുത്ത തലത്തിലേക്ക് പോകുകയാണ്. നമ്മൾ കുടുംബത്തിൽ വിവേകമുണ്ടായിക്കഴിഞ്ഞാൽ കുടുംബമാകും, സ്വർഗമാകും. ഇനി കുടുംബമല്ലാതാക്കുന്ന, കുടുംബത്തെ തകർത്ത് കളയുന്ന, കുടുംബജീവിതത്തിൻ്റെ ഈ വിജയകരമായ അനുഭവത്തെ താളം തെറ്റിക്കുന്ന 5 പോരാട്ടങ്ങളാണ് നമുക്കുള്ളത്. 5 പോരാട്ടങ്ങൾ. അവിടെ നെഹമ്യാവ് പറയുന്നു, പൊരുതുക, നാം പൊരുതണം. ആർക്കെതിരെ പൊരുതണം? എന്തിനെതിരെ പൊരുതണം? അപ്പോൾ കുടുംബത്തിന് വേണ്ടി പൊരുതണ്ടേ? എന്തുകൊണ്ട്? കുടുംബത്തിൻ്റെ താളം തെറ്റിക്കുന്ന, കുടുംബത്തിൻ്റെ സ്വസ്ഥതയെ തകർക്കുന്ന പലതുണ്ട്. അതിനെതിരെ പൊരുതണം. അപ്പോൾ പൊരുതേണ്ട 5 കാര്യങ്ങൾ. 1, 2, 3, 4. ഒന്നാമത് പൊരുതേണ്ടത് തിരുവെഴുത്തിൽ വായിക്കുന്നത് പിശാചിൻ്റെ കാര്യമല്ല, ഞാനത് 5-ാമതേ പറയൂ. അതിന് മുൻപ് 4 കാര്യങ്ങളോട് പൊരുതണം. ഒന്നാമത് പാപത്തോട് പോരാടണം. അപ്പോൾ ഇവിടെ കുടുംബത്തിൻ്റെ ഭദ്രതയെ തകർത്തെറിയുന്ന, കുടുംബജീവിതങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്ന ഒന്നാമത്തെ ഭാഗമാണ് പാപം. എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പൊരുതേണ്ടത് പാപത്തോടാണ്. കുടുംബജീവിതത്തിൻ്റെ അകത്തളത്തിൽ നമുക്ക് അസ്വാരസ്യങ്ങൾ നേരിടാതിരിക്കണമെങ്കിൽ പൊരുതുക. എന്തിനെതിരെ? പാപത്തോട് പോരാടണം. പാപത്തോട് പോരാടണമെന്ന് പറയുമ്പോൾ പാപമോചനമല്ല ഞാൻ പറയുന്നത്, സ്വഭാവത്തിൻ്റെ സ്വാധീനത്തെ നമ്മൾ പൊരുതി തോൽപ്പിക്കണം. തിരുവെഴുത്തിൽ വായിക്കുന്നു, കൈനേ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, നീ അതിനെ കീഴടക്കണം. നമ്മൾ ഓർക്കണം, രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ പാപം പോകുമെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപമോചനം കിട്ടിയെന്നാണ്. പാപത്തിൻ്റെ സ്വാധീന ശക്തിയെ ജയിക്കാൻ ഒരു കൃപ നമ്മൾ പ്രാപിക്കണം. ഇനി ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞേക്കാം, പാപത്തെ നമ്മൾ തോൽപ്പിക്കണം. പാപത്തോടുള്ള പോരാട്ടം എപ്പോഴാണ് നടക്കുന്നത്? പാപത്തോടുള്ള പോരാട്ടം നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിടുതലിന് തൊട്ട് മുൻപാണ്, ഏറ്റവും വലിയ അനുഗ്രഹത്തിന് തൊട്ട് മുൻപാണ് പാപത്തിൻ്റെ പോരാട്ടം വരിക. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പാപവുമായി ഒരു വലിയ യുദ്ധം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ആ സമയത്ത് എവിടെയോ നഷ്ടപ്പെട്ടത് വലിയ നഷ്ടമാണ്. എന്നാൽ ജയിച്ചവരോടാണ് പറയുന്നത്, നിങ്ങൾ വിടുതലെത്തിയിട്ടുമുണ്ട്. പാപത്തോട് ബന്ധപ്പെട്ടുള്ള പോരാട്ടം
എപ്പോഴും വിടുതലിന് മുൻപ്, വാഗ്ദത്തത്തിന് മുൻപ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ വാഗ്ദത്തം, ആ വാഗ്ദത്തം വെളിപ്പെടുന്നതിന് തൊട്ട് മുൻപാണ് സാത്താൻ്റെ സ്വാധീന ശക്തിയായി പാപം നമ്മുടെ അരികിലെത്തുക. പാപത്തോടുള്ള പോരാട്ടം. ഞാനൊരു നല്ല ഉദാഹരണം കാണിച്ചു തരാം. നമുക്കെല്ലാവർക്കും അറിയാം ഏലിയാവിനെ കുറിച്ച് പറയുമ്പം തന്നെ നമുക്കറിയാവുന്ന സംഭവമുണ്ട്. കെരീത്തും സാരേഫാത്തും കർമ്മേലും. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കർമ്മേലിൽ ഏലിയാവിനെ ദൈവം എത്തിച്ച് മാനിച്ചു. അത്ഭുതകരമാർന്ന വിടുതല. പക്ഷേ അതിനുവേണ്ടി ദൈവം ഏലിയാവിനെ ശക്തീകരിച്ചതും സജ്ജനാക്കിയതും സാരേഫാത്തിലാണ്. ഇനി ഒന്നുകൂടെ ഞാൻ പറയുന്നു, സാരേഫാത്തിനും കർമ്മേലിനും കെരീത്തിനും ഇടയിലാണ് സാരേഫാത്തുള്ളത്. എന്താണ് ഈ സാരേഫാത്ത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഏലിയാവിൻ്റെ കാലഘട്ടത്തിലെ ക്ഷാമം 3.5 കൊല്ലമാണ്. 6 മാസമാണ് കെരീത്തിലിരുന്നത്. അപ്പോൾ പിന്നെ 3 കൊല്ലം എവിടെയായിരുന്നു? സാരേഫാത്തിൽ. അപ്പോൾ കർമ്മേലിൽ എത്ര ദിവസമായിരുന്നു? കർമ്മേലിൽ 1 ദിവസം. 3 കൊല്ലം സാരേഫാത്തിൽ, 6 മാസം കെരീത്തിൽ. നമുക്ക് കെരീത്ത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കെരീത്ത് കേൾക്കുമ്പോൾ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ഇത്ര നമ്മൾ അങ്ങ് തുള്ളി ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്തും. കാരണം കെരീത്തിൽ നടന്ന കാര്യമൊക്കെ അത്ര വലിയ കാര്യമാണ്. പക്ഷേ വലിയ കാര്യമൊക്കെ തന്നെയാണ്, ചെറുതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, വലിയ കാര്യം തന്നെയാണ്. കാക്കയെ കൊണ്ട് ദൈവം പോഷിപ്പിച്ചു. നമ്മുടെ കാക്കയല്ലെന്ന് ആദ്യം അറിഞ്ഞോണേ, നമ്മുടെ കാക്കയൊന്നും അല്ല. നമ്മുടെ കാക്കയൊന്നും ദൈവം അവിടെ കൊണ്ടുവന്നിട്ടുമില്ല. അവിടെ കൊണ്ടുവന്ന റാഞ്ചൻ പക്ഷിയാണ്. അവിടെ ഏലിയാവ് കഴിച്ചത് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ തട്ടുദോശ പോലത്തെ അപ്പമൊന്നും ദോശയൊന്നും അല്ല. 10 നല്ല സുഖ ശാപ്പാടാണ് അവിടെ. 6 മാസം അടിപൊളി ശാപ്പാടാണ് ഏലിയാവിന്. ദൈവം ഏലിയാവിനെ അവിടെ സുഭിക്ഷമായിട്ടാണ് പോറ്റിയത്. ഏലിയാവിനെ അവിടെ പോറ്റിയത് ദൈവത്തിൻ്റെ അത്ര ശ്രേഷ്ഠകരമായ കരുതലിലൂടെയാണ്. ആ കരുതലിലൂടെ കെരീത്തിൽ ദൈവം ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിൻ്റെ കരുതൽ എന്താണെന്ന് അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിൻ്റെ കരുതൽ അവിടെ വെളിപ്പെടുത്തി കൊടുത്ത് ദൈവം ഏലിയാവിനെ കെരീത്തിൽ ദൈവം ശ്രേഷ്ഠമായി പോറ്റിയ ശേഷം ദൈവിക പദ്ധതിയായ കർമ്മേലിലേക്ക് ഏലിയാവിനെ കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ദൈവം നിർണയിച്ചത് സാരേഫാത്തിലെ ജീവിതം കൊണ്ടാണ്. സാരേഫാത്തിലെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ? ഈ സാരേഫാത്ത് എന്നൊക്കെ കേൾക്കുന്ന പോലല്ല, അപകടം പിടിച്ചൊരു സ്ഥലമാണ് സാരേഫാത്ത് സീദോന്യ രാജ്യത്തിൻ്റെ അതിർഗ്രാമമാണ്. ഈ സീദോന്യ രാജ്യം ഏതാണെന്നല്ലേ? സീദോന്യ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പേര് നിങ്ങൾക്കറിയാം, എത്ബാൽ. അപ്പോൾ എത്ബാലിനെ ഒന്നുകൂടെ പരിചയപ്പെട്ടാലേ, ഈ ആഹാബ് രാജാവിൻ്റെ ഭാര്യയുടെ പേര് ഇസബേലിൻ്റെ അപ്പൻ്റെ പേര് എത്ബാൽ. അതായത് ഇസബേലിൻ്റെ അപ്പൻ വാഴുന്ന നാടാണ് സീദോന്യ നാട്. അപ്പോൾ ആ നാടിന് വലിയ കുഴപ്പമുണ്ടോ? നാടിൻ്റെ കുഴപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ രാജകൊട്ടാരത്തിലെ കുഴപ്പം. ഇവിടെ ആ കുഴപ്പം എന്താണെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെ: ഈ ആഹാബ് വിവാഹപ്രായമായപ്പോൾ താനൊരു പെൺകുട്ടിയെ അന്വേഷിച്ച് പരസ്യം കൊടുത്തു. എൻ്റെ ഇന്നത്തെ ഭാഷയിലാണ്. ഇന്ന് വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഈ പരസ്യമൊക്കെ കൊടുക്കുന്നവരുണ്ടല്ലോ. ഇതിനും ഈ ക്യാമ്പിനും വന്നവരും ഉണ്ടല്ലോ. ക്യാമ്പ് കഴിഞ്ഞാലും ദൈവമേ എനിക്ക് ഒരു വിവാഹം വേണമെന്നൊക്കെ ആശിക്കുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവരുമുണ്ട്. പരസ്യം കൊടുത്തപ്പം ഇന്നത്തെ പരസ്യമല്ല, അന്ന് പുള്ളി കൊടുത്ത പരസ്യം ഞാനിതുവരെ പുള്ളിയുടെ ബയോഡേറ്റയാണ്. നെബാത്തിൻ്റെ മകനായ യൊരോബയാമിൻ്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാന്ന് വെച്ചു. അപ്പോൾ പുള്ളി ഇതുവരെയുള്ള ഏറ്റവും കൊടിയ പാപിയായത് നെബാത്തിൻ്റെ മകൻ യൊരോബയാമാണ്. പുള്ളി പോയ പാപത്തിൻ്റെ വഴിയെല്ലാം ആഹാബും പോയി കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു ബോറടി. നെബാത്തിൻ്റെ മകനായ യൊരോബയാമിൻ്റെ പാപം മൊത്തം ഞാൻ ചെയ്തു, ഇനി ഇതിൽ വെറൈറ്റി ചെയ്യുന്ന എന്തെങ്കിലും വേണം. അങ്ങനെ നിന്നപ്പോൾ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു എന്നാൽ പിന്നെ ഇത് വെച്ചൊരു കല്യാണം കഴിച്ച്. അപ്പോൾ പുള്ളി ഒരു പരസ്യം കൊടുത്തു, വെറൈറ്റി പാപം ചെയ്യാൻ അറിയാവുന്ന പെൺകുട്ടികൾക്ക് മുൻഗണന. അങ്ങനെ ഇപ്പോൾ നാട് നീള പരസ്യം എത്തിയപ്പോൾ ആരോ പറഞ്ഞറിഞ്ഞ് എത്ബാലിൻ്റെ വീട്ടിൽ എത്തി. നമുക്ക് പറ്റിയ കല്യാണമാണ്. അതെന്താ? അവർ ചോദിച്ചത് വെറൈറ്റി പാപം ചെയ്യാൻ അറിയാവുന്ന പെൺകുട്ടികൾക്ക് മുൻഗണന. നമ്മുടെ രാജകുമാരിക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. ഇതിനി 2 രാജാക്കന്മാരിലേക്ക് വരുമ്പോൾ യേഹൂവിനെ കണ്ടപ്പോൾ യോരാം ഒരു ചോദ്യം ചോദിച്ചു: യേഹൂവേ,
സമാധാനമാണോ? ഉടനെ യേഹൂ പറയുകയാണ്, നിൻ്റെ അമ്മയായ ഇസബേലിൻ്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നുണ്ട്, എന്ത് സമാധാനം? പുള്ളിക്കാരുടെ ഡിഗ്രി കണ്ടോ? പരസംഗവും ക്ഷുദ്രവും, അതായത് ഈ കൊട്ടാരത്തിലെ രാജകുമാരിയുടെ തസ്തിക, പരസംഗവും ക്ഷുദ്രവും. അപ്പോൾ ഇത്ര ദുർനടപ്പുകാരിയായ ഇസബേലിന് സ്വൈര്യവികാരം നടത്താൻ പറ്റുന്ന കൊട്ടാരം സീദോന്യ രാജ്യത്തെ കൊട്ടാരം, അവളുടെ അപ്പൻ വാഴുന്ന നാട്, അവൾ രാജകുമാരിയായിരിക്കുന്ന നാട്, ആ നാട്ടിൻ്റെ പാപത്തിൻ്റെ സ്വാധീനം എത്ര വലുതായിരിക്കും? അങ്ങനെയുള്ളൊരു നാടിൻ്റെ അതിരാണ് സാരെഫാത്ത്. അവിടുത്തെ വീട്ടിലോട്ടാ ഏലിയാവിനോട് തമ്പുരാൻ പറയുക, കെരീത്ത് വറ്റി സാരെഫാത്തിൽ ഞാനൊരു വിധവയോട് കൽപ്പിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ സണിച്ചാൻ നിനക്ക് തരുവെന്നല്ല, ഏലിയാവെ നിനക്ക് ഓബദ്യാവിനെ കരുതുമെന്നല്ല, 100 പേരെ ഗുഹയിൽ ഒളിപ്പിച്ച് ഭക്ഷണം കൊടുക്കും ഓബദ്യാവ് ഉള്ളപ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ ബാലിന് മുട്ടുമടക്കാത്ത 7000 ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ ഏലിയാവിന് വേണ്ടി 7000 ദൈവം കാണാതെ സാരെഫാത്തിലെ വിധവയുടെ വീട്ടിൽ അയച്ചു. അതെന്താ കർത്താവെ അങ്ങനെ ചെയ്തത്? ഇവൻ കെരീത്തിൽ കരുതലറിഞ്ഞു, കൊട്ടാരത്തിൽ ദൂത് പറഞ്ഞു, കർമ്മേലിൽ നിർത്തണോ വേണ്ടയോ എന്ന് എനിക്ക് നിർണയിക്കേണ്ടത് സാരെഫാത്തിലെ ജീവിതമാണ്. ഇന്നത്തെ ഏലിയാവാണെങ്കിൽ സാരെഫാത്തിലെ വിധവ, പുള്ളിക്കാരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ പുള്ളിക്കാരുടെ മകൻ മരിച്ചപ്പം പറയുന്നൊരു പദമുണ്ട്, നീ ഇവിടെ വന്നത് എൻ്റെ പാപം ഓർമ്മിപ്പിക്കാനാണോ? അതിൻ്റെ അർത്ഥം പുള്ളിക്കാരിക്ക് തന്നെ അറിയാം, ഞാൻ ഇങ്ങനൊരു വീട്ടിൽ ഏലിയാവ് വന്ന് അടയ്ക്ക് വന്നു, ഏലിയാവ് അവിടെ 3 കൊല്ലം താമസിച്ചു. ഇന്നാണെങ്കിൽ ചർച്ച് ഓഫ് സാരെഫാത്ത് എന്നും പറഞ്ഞ് അതിൻ്റെ ചീഫ് പാസ്റ്ററായിട്ട് ഏലിയാവും കുഞ്ഞുകുട്ടി ആബാലവൃത്തവുമായിട്ട് അവിടെ കർത്താവ് കർമ്മേലിൽ കിടന്ന് ഉറങ്ങി നൂറ്റാണ്ടുകളായിട്ട് കാത്തിരിക്കും. ഇന്ന് അവർ നാളെ വരും, പുള്ളി കർമ്മേലും മറക്കും. എന്നാൽ ഇവിടെ ഒന്ന് ഓർക്കണം, 3 കൊല്ലവും പാപത്തിൻ്റെ സ്വാധീനം തന്നെ മാടി വിളിച്ചിട്ടും തൻ്റെ അകത്ത് കത്തിക്കാളുന്ന വെളിപ്പാട് നൈമിഷിക സുഖമല്ല, എൻ്റെ മേലുള്ള ദൈവിക പദ്ധതി. ആ കർമ്മേലിൻ്റെ വെളിപ്പാടകത്ത് കയറിയവൻ പാപത്തിൻ്റെ സ്വാധീനത്തെ ജയിക്കും. ഇന്ന് പകൽ ആത്മാവ് വ്യക്തികളെ വിവേചിച്ചിടപെടുന്നത് കുഞ്ഞേ, ഇന്ന് പകൽ പാപത്തിൻ്റെ സ്വാധീനത്തെ കുടഞ്ഞു കളയാൻ നിനക്ക് കഴിഞ്ഞാൽ കർമ്മേലിൽ കരുതിയിരിക്കുന്ന ഒരു ദൈവ പ്രവർത്തിയുടെ വിടുതലുണ്ട്. കർമ്മേലിൽ വെളിപ്പെടുന്ന ഒരു ദൈവിക കൃപയുണ്ട്. കർമ്മേലിൽ വെളിപ്പെടുന്ന ഒരു മഴയുടെ മുഴക്കമുണ്ട്. കർമ്മേലിൽ അറിയാൻ പോകുന്ന ഒരു ദൈവിക എൻകൗണ്ടർ ഉണ്ട്. അതനുഭവിക്കാൻ ഇന്ന് പകൽക്കാലം പാപത്തെ ജയിക്ക്, പാപത്തോട് പോരാടാൻ പ്രാണത്യാഗത്തോളം ജൂഡറബന ഹംധരാദിയ. ഇന്ന് പകൽ അതിന് എത്ര പേർക്ക് തയ്യാറുണ്ട്? എത്ര പേരുടെ അകത്ത് അതിനൊരു ആവേശമുണ്ട്? ഇന്ന് പകൽക്കാലം ക്ഷണനേരത്തെ പാപത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയാൽ വിളി തകർന്നു പോകും. അതുകൊണ്ട് ദൈവിക മേഖലയിൽ ശോഭിക്കണം. ദൈവം ഉയർത്തണമെന്ന് ആശിക്കുന്നുണ്ടോ? ദൈവം അനുഗ്രഹിക്കണമെന്ന് ആശിക്കുന്നുണ്ടോ? എങ്കിലൊന്നേ ഉള്ളൂ, പാപത്തോട് നീ സന്ധി സംഭാഷണം നടത്താതെ പാപത്തെ പൊരുതി തോൽപ്പിക്കണം. പാപത്തെ പൊരുതി തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിൻ്റെ മേൽ പകൽ വെളിപ്പെടുന്ന വിടുതൽ ചിന്തകൾക്ക് അതീതമായ വിടുതലാണ്. അല്പസമയം കരം തട്ടി അന്യഭാഷയിൽ ഒന്ന് ആരാധിച്ച് തുടങ്ങിക്ക്. ചില വിടുതലുകൾ വെളിപ്പെടട്ടെ, പാപചങ്ങലകൾ അഴിയട്ടെ, പാപ സ്വഭാവങ്ങളുടെ മേൽ ഒരു ജയത്തിൻ്റെ കൊടി ഉയരട്ടെ. പാപ സ്വഭാവത്തെ ശരബലഗട ജലരജര ഘടഗജന റംഷാരവ ധർമ്മന ജൽമരാധര. പാപത്തെ പൊരുതി തോൽപ്പിക്കുക. സ്തോത്രം. ഒന്ന്, പാപത്തോട് പോരാടണം.
പാപത്തിൻ്റെ സ്വാധീന വലയം എവിടാണോ അവിടെ പൊരുതി തോൽപ്പിച്ചിരിക്കണം. പാപം ഇന്ന് കയറി വരുന്ന മേഖലകളെ കണ്ട് നാം ഉണരണം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ പാപത്തിനിടം കൊടുക്കരുത്. പാപത്തിനിടം കൊടുത്താൽ പരാജയപ്പെട്ടു പോകും. നമ്മൾ എത്ര കണ്ട് ആരാധിച്ച് ദൈവകൃപയിൽ നിന്നാലും പാപം പിടിമുറുക്കിയാൽ എല്ലാം തകിടം മറിയും. അപ്പോൾ സാത്താൻ്റെ സ്വാധീനം നമ്മിലേക്ക് ചെലുത്താനുള്ള ഒന്നാമത്തെ വഴി പാപമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ വഴി അടയ്ക്കണം. അവിടെ നമ്മൾ പൊരുതണം. പ്രാണൻ പോകേണ്ടി വന്നാലും സന്ധിക്ക് നിൽക്കരുത്. സ്തോത്രം. തിരുവെഴുത്തിൽ വീണ്ടും വായിക്കുന്ന ഒരു പദം നമുക്കറിയാം. അങ്ങനെ പൊരുതിയാൽ നഷ്ടം വരുമെന്നേ. പാപത്തോട് പോരാടുമ്പോൾ ചില നഷ്ടങ്ങൾ വരും. പക്ഷെ ആ നഷ്ടങ്ങളൊന്നും എന്നേക്കുമുള്ള നഷ്ടമല്ല. ഞാനിത് പറയുമ്പോൾ ചിലർക്ക് പാപത്തോട് പൊരുതി നഷ്ടങ്ങൾ സംഭവിച്ചവരുണ്ടാകാം. നല്ല ഉദാഹരണം യോസഫാണ്. അനുകൂലമായ സാഹചര്യം വന്നതിൻ്റെ വസ്ത്രത്തിന് പിടിമുറുക്കുമ്പോൾ ആ നിമിഷം താൻ പൊരുതി പ്രാണൻ പോകേണ്ടി വന്നാലും കളഞ്ഞു. ആ സമയത്ത് വസ്ത്രം കളഞ്ഞ് ഓടുമ്പോൾ അടുത്ത ദിവസം കോടതി മുറിയിലെത്തി. വിസ്താരമാണ്. ഒരു ഭാഗത്ത് നിന്ന് വിസ്താരം തുടങ്ങുമ്പോൾ വാദി പറഞ്ഞു, എൻ്റെ പക്കൽ തെളിവുണ്ട്. പ്രതിയായി യോസഫിന് പറയാനുള്ളത്, എനിക്ക് തെളിവില്ല, പക്ഷെ തെളിവ് വരെ എനിക്കെതിരാണ്. ഞാൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം, പക്ഷെ തെളിവ് പോലും വാദിയായി നിൽക്കുന്ന എൻ്റെ ശത്രു തെളിവ് വരെ ക്രിയേറ്റ് ചെയ്ത് വസ്ത്രാഗ്രമുയർത്തി പറയുന്നു, അവൻ എന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഞാൻ പറിച്ചെടുത്ത വസ്ത്രമാണിത്. കാരാഗൃഹത്തിലേക്ക് പോകുന്ന യോസഫ് നഷ്ടമാണ്. പക്ഷേ പലരും ചോദിക്കും, എന്തിനാടായി മണ്ടത്തരം കാണിച്ചേ? ആ വസ്ത്രം പിടിച്ചെന്നല്ലേ ഉള്ളൂ. നീ നിന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നീ അപമാനിക്കപ്പെടില്ല, ഇന്ന് നീ ജയിലിൽ കിടക്കില്ലായിരുന്നല്ലോ. പക്ഷെ യോസഫ് അപ്പോഴും എടുത്ത തീരുമാനം പ്രാണത്യാഗത്തോളം. ഇവിടുന്ന് ഞാൻ ദൈവത്തിൻ്റെ സീക്രട്ട് അറിഞ്ഞു. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ആത്മീക ജീവിതത്തെ കത്തിക്കുന്ന ഒരുപാട് ആലോചനകളുണ്ട്. യോസഫിനെ കുറിച്ച് എഴുതിയ ചില വാക്യങ്ങളിൽ കാണുന്നത്, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവ പോത്തിഫറിൻ്റെ വീട്ടിൽ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതെല്ലാം സാധിച്ചു. യഹോവ കൂടെ ഉണ്ടെന്ന് അവരൊക്കെ കണ്ടു. അപ്പോൾ ദൈവം കൂടുണ്ടായിരുന്നു എന്നെല്ലാം എഴുതിയിട്ടിരിക്കുന്നു. കാരാഗൃഹത്തിൽ ചെന്ന് കിടന്നപ്പോഴും കാരാഗൃഹത്തിൽ യഹോവ യോസഫിനോട് ഉണ്ടായിരിക്കുന്നു എന്ന് കാരാഗൃഹ പ്രമാണി അറിഞ്ഞു. എൻ്റെ ചോദ്യം, കർത്താവേ, ഇവരെല്ലാം നീ കൂടുണ്ടെന്ന് അറിഞ്ഞതാണല്ലോ, പോത്തിഫറിൻ്റെ ഭാര്യ ഇതറിഞ്ഞില്ലല്ലോ, അതെന്താ? അന്നേരം നീ ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു, അതല്ലേ ദൈവമില്ലാതിരുന്നൊരിടം. അപ്പോൾ കർത്താവേ, നീ മനഃപൂർവ്വം മാറിയതാണോ? ആന്ന്. കാരണം ദർശനം ഞാൻ കൊടുത്തില്ലേ, ആ ദർശനത്തിലേക്ക് ഇവൻ എത്തണോ വേണ്ടയോ എന്നുള്ള എൻ്റെ ഡിസിഷൻ മേക്കിംഗ് അവിടെയാണ് എനിക്ക് എടുക്കേണ്ടത്. ഇന്ന് പകൽ ഓർക്കണം, പ്രവചനം ദൈവം പറഞ്ഞു, ദൂത് ദൈവം പറഞ്ഞു, ആലോചന ദൈവം പറഞ്ഞു, ശരി തന്നെ. പക്ഷെ ദൈവം നിർണായക തീരുമാനമെടുക്കുന്നത് നിൻ്റെ രഹസ്യ ജീവിതത്തിൽ പാപത്തോടുള്ള നിൻ്റെ മനോഭാവത്തെ അറിഞ്ഞാണ് ദൈവം തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റവും നന്നായി എടുക്കേണ്ട തീരുമാനം, യോസഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു, എന്നാൽ ദൈവം മാറി നിന്നു. ആ സമയത്ത് പാപം തന്നെ പിടിമുറുക്കാൻ വരുമ്പോൾ
അവിടെയാണ് അവൻ പൊരുതുന്നത്. പൊരുതി ജയിച്ചപ്പോൾ നഷ്ടം വന്നു, ശരിയാ. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, എവിടെയാണോ തല കുനിഞ്ഞത് അവിടെ തന്നെ നിന്നെ ഞാൻ മാനിക്കും. എവിടെയാണോ ഒതുക്കപ്പെട്ടത് അവിടെ തന്നെ നിന്നെ ഞാൻ മാനിക്കും. എവിടെയാണ് ഈ ശിരസ് കുനിഞ്ഞത് അവിടെ ഞാൻ കൊട്ടാരത്തിൽ നിന്നെ എത്തിക്കും. എവിടെയാ നീ തോറ്റെന്ന് പറഞ്ഞത് അവിടെ തന്നെ നിന്റെ പേരുറക്ക പറയും. എവിടെയാണ് നീ കണ്ണീര് കുടിച്ചത് അവിടെ തന്നെ നിന്നെ ആദരിക്കും. എവിടെയാ നിന്റെ തല കുനിഞ്ഞത് അവിടെ തന്നെ. എവിടെയാണ് നിന്നെ കേട്ടത് അവിടെ തന്നെ. എവിടെയാ അപമാനിക്കപ്പെട്ടത് അവിടെ തന്നെ. എവിടെയാ നിന്നെ ഒറ്റപ്പെടുത്തിയത് അവിടെ തന്നെ. എവിടെ നിനക്കെതിരെ വ്യക്തികൾ തലപൊക്കിയോ അവിടെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉയർത്തണോ? പാപത്തോട് പോരാടുക. ഇനി തോറ്റാലോ? തോക്കാതിരിക്കട്ടെ. തോറ്റാൽ നിങ്ങൾ ഏതിൽ തോൽക്കുന്നു അതിന് നിങ്ങൾ അടിമ. തോൽക്കല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞ പ്രാണം പോകും വരെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ക്യാമ്പിലുള്ള കുടുംബങ്ങളോട് ഇടപെടുന്നത്, സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുതെന്നാണ്. ഇടം കൊടുക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. പാപത്തോടാണ് ഒന്നാമത് ഫൈറ്റ് ചെയ്യേണ്ടത്. ആ ഫൈറ്റ് എപ്പോൾ വരെ? പ്രാണൻ പോകുന്നത് വരെ. കാരണം ഇതിൽ നമുക്ക് സന്ധി ചെയ്യാൻ പറ്റില്ല. അവൻ നമ്മെ കീഴടക്കുന്നതിന് മുമ്പ് നമ്മൾ കീഴടക്കണം. നമ്മൾ തോറ്റാൽ നമ്മൾ അവൻ അടിമയായി പോകും. സ്തോത്രം. ഇനി രണ്ടാമത് നമ്മൾ പൊരുതേണ്ടത് തിമോത്തിയോസ് 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. ഇവിടെ പറയുകയാണ്, രണ്ടാമത് നമ്മൾ പൊരുതേണ്ടത് വിശ്വാസത്തിന് വേണ്ടി പൊരുതണം. ഇത് വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമെന്ന വിശ്വാസമല്ല, പ്രമാണമാണ്. വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടണം. നീ പ്രാപിച്ച ആ ഭക്തിയോട് ബന്ധപ്പെട്ടാണ് ഈ പോരാട്ടം. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഞാൻ ചില വാക്യങ്ങൾ ഒന്ന് കാട്ടിത്തരാം. ഫിലിപ്പിയ ലേഖനത്തിൽ 1:27 വാക്യം, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പീൻ. കണ്ടോ, വിശ്വാസത്തിന് വേണ്ടി പോരാടുക. യൂദാ 3-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഈ വിശ്വാസത്തിൻ്റെ പോരാട്ടം പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്കൊക്കെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ നടന്ന സംഭവങ്ങളെ പെട്ടെന്ന് ഓടിച്ച് മനസ്സിലാക്കിയാൽ തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 1 തെസ്സലോനി 2:2, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. പോരാട്ടത്തിൻ്റെ, വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കുന്നത് കണ്ടോ. അവിടെ പറയുന്നു, നിങ്ങളറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. അതായത് കഷ്ടവും ദുഃഖവും ദുരിതവും ഒക്കെ വന്നിട്ടും ഈ പോരാട്ടം, സുവിശേഷം നിങ്ങളുടെ അരികിലെത്തിക്കാനുള്ള ഞങ്ങളുടെ ആ ഉദ്യമത്തെ ഭക്തൻ പറയുന്നത് പോരാട്ടം. ആ പോരാട്ടം വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഇവിടെ വരെ വന്നപ്പോൾ ഞാനതങ്ങ് പറയുക, നമ്മൾ ഈ വാക്ക് പറയുമ്പോഴേ പൗലോസൊക്കെ അനുഭവിച്ച പങ്കപ്പാടും സുവിശേഷം നമ്മുടെ കൈ കിട്ടാനൊക്കെ താൻ കൊടുത്ത വിലയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഇത്തിരി വേദപുസ്തകത്തോട് ഇത്തിരി പ്രതിബദ്ധത കാട്ടും. കാരണം ഈ സുവിശേഷത്തിന് വേണ്ടി പോരാട്ടം കഴിച്ചെന്നൊക്കെ പറയുമ്പോൾ സുവിശേഷം എത്തിക്കാൻ വേണ്ടി, നിങ്ങളുടെ ഇടയിൽ വചനം എത്തിക്കാൻ വേണ്ടി അനുഭവിച്ച പങ്കപ്പാടെന്ന് പൗലോസൊക്കെ പറയുമ്പോൾ, പൗലോസ് കിടന്ന കാരാഗ്രഹങ്ങളുടെ വർണ്ണനകളിൽ ഒരു ഭാഷാന്തരത്തിൽ വായിച്ചത്, കാരാഗ്രഹത്തിൻ്റെ വീതി നീളവും പൊക്കമൊക്കെ വിചിത്രമാണ്. കാരണം 4 അടി നീളം, 4 അടി വീതി, 4 അടി പൊക്കം, ആകെ 4 അടി. സമചതുരമാണ് ഈ കാരാഗ്രഹം. നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം ഒരു 20 അടിയോളം താഴ്ചയിലാണ് ഈ കാരാഗ്രഹം. 20 അടിയോളം താഴ്ചയിൽ ഈ 4 അടിക്ക് മുകളിൽ വെച്ച് ഗ്രില്ല്, ഇരുമ്പഴികളാണ്. 4 അടി പൊക്കമാണ്, 4 അടി വീതിയാണ്, 4 അടി നീളമാണ്, 4 അടിയുള്ള ഒരു സമചതുരം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു തടവുപുള്ളിയെ ഇട്ടാൽ അടുത്ത കാര്യം 3-3.5 അടി നീളമുള്ള ചങ്ങലകൾ കൊണ്ട് കൈകളും കാലുകളും, കാലിൽ നിന്ന് കൈയിലേക്കൊരു ചങ്ങല, ക്രോസായി അടുത്ത ചങ്ങല. അതുകൊണ്ട് തന്നെ 4 അടി പൊക്കമുള്ള ഒരു കാരാഗ്രഹത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 4 അടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കാനേ പറ്റൂ, നിവരാൻ പറ്റില്ല. ഇനി അതല്ല, നമ്മൾ പോക്കറ്റ് സ്പ്രിങ് ഉള്ളതിലോട്ട് നമ്മൾ കിടക്കുന്ന പോലെ സുഖിച്ചുറങ്ങാൻ പറ്റില്ല. കാരണം 4 അടി ഉള്ളത് കൊണ്ട് ഇങ്ങനെ കിടക്കാൻ പറ്റൂ. നമ്മൾ കിടക്കുന്ന ഓരോ പൊസിഷൻ, കൈ ഇങ്ങനൊന്ന് വെക്കുന്നു, കൈ ഇങ്ങനൊന്ന് വെക്കുന്നു, അങ്ങനൊന്നും നടക്കില്ല. കാര്യം ഈ കയ്യിൽ നിന്ന് കാലിലേക്ക് ചങ്ങല ഉള്ളത് കൊണ്ട് 3-3.25 അടി മാത്രം നീളമുള്ള ചങ്ങലയാണ്. ഈ ചങ്ങല ധരിച്ചിരിക്കുന്നതുകൊണ്ട് ഈ കൈ കൊണ്ട് മുഖം ചൊറിയണമെങ്കിൽ ഇങ്ങനെ ചൊറിയാൻ പറ്റൂ, തിരിച്ചു വണ്ണം തന്നെ. ഇങ്ങനൊരു കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആ ഭക്തൻ്റെ ആറ്റിറ്റ്യൂഡൊന്ന് ഓർക്കണ്ടേ. ഈ കിടന്നുകൊണ്ട് തനിക്ക് പലതും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. തെർത്തോസ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? തൻ്റെ ഈ 20 അടി മുകളിലുള്ള ഭൗമോപരിതലത്തിൻ്റെ ആ ദ്വാരത്തിങ്കൽ വന്ന് കമന്ന് കിടക്കുമ്പോൾ ആ കുനിഞ്ഞു നിന്ന് മുകളിലേക്ക് നോക്കി പറയുകയാണ്, എഴുതുക. ഒന്നോർക്കണം, റോമൻ സേവകന്മാരൊക്കെ റോന്തു ചുറ്റുമ്പോൾ പോള് കിടക്കുന്ന കാരാഗ്രഹത്തിൻ്റെ കവാടത്തിങ്കൽ കമന്ന് കിടന്ന് തുകൽ പാപ്പിറസ് ചുരുളുകളിലേക്ക് ഓരോ ലേഖനവും എഴുതിയെടുക്കുമ്പോഴുള്ള തീവ്രത കണ്ടോ, വേഗത കണ്ടോ? കാരണം റോമൻ സേവകന്മാരുടെ കണ്ണിൽ പെടാതെ ഇതെഴുതി സഭകൾക്ക് എത്തിക്കണമെന്നുള്ള അമിതമായ വാഞ്ചയോടെ ഈ പോരാട്ടം, അതാ പറയുന്നത്, ഞങ്ങൾ കഴിച്ച പോരാട്ടം. നമ്മളോ ബൈബിൾ എടുത്തെന്ന് പറയാം, കൊണ്ടുവന്നാൽ തുറന്നെന്ന് പറയാം. അയ്യോ വലതും ചന്തേ പോന്നോല വരുന്നേ. ഇത് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ ചെറുതാക്കി കിട്ടുന്നതിന് മുൻപ് പാപ്പിറസ് ചുരുളുകളിൽ, തുകൽ ചുരുളിൽ എഴുതി കിട്ടിയ ഈ പ്രമാണവും കൊണ്ട് ഓടി നടന്ന് ആവലോടെ നിന്ന ഭക്തന്മാർ പറയുക, ഇത് നിങ്ങളുടെ അടുത്തെത്താനേ ഞങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ഒരുപാട് പോരാട്ടം നടത്തി. പൗലോസ് പറയുന്ന ആ പോരാട്ടം തൻ്റെ ഓരോ ഇടങ്ങളിലും എഴുതിയിരിക്കുന്ന പദങ്ങൾ, ഞാൻ ആ പദത്തെ കൊരിന്തി ലേഖനത്തിലൊരു വാക്കുമായിട്ട് ഈ പോരാട്ടത്തെ ഒന്ന് പെട്ടെന്ന് ഞാനൊന്ന് ലളിതമാക്കുക. 9:25 വായിക്കുന്നുണ്ട്. 1 കൊരിന്തി 9:25. അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു, നാമോ അവർ വാടുന്ന കിരീടവും
നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഇവിടെ പറയാണ്, അംഗം പൊരുതുന്നവർ സകലത്തിലും വർജനമാചരിക്കുന്നു. അപ്പോൾ വാടാത്തതിന് വേണ്ടി പൊരുതുന്ന നാം വർജനമാചരിക്കണ്ടേ? ഇവിടെ വിശ്വാസത്തിന് വേണ്ടി പോരാടുമ്പോൾ ഒരാത്മീകൻ മനസ്സിലാക്കണം, വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്ന നിന്റെ പോരാട്ടം എന്ന് പറയുന്നത് ഈ പോരാട്ടം പുറത്തുള്ള ഏതെങ്കിലും ആയോധന കലകളുമായി പ്രാവീണ്യമുള്ളവരോടല്ല. ഇത് നിന്റെ മനസ്സിൽ നടക്കുന്നൊരു പോരാട്ടമാണ്. ഈ പോരാട്ടം മനസ്സിൽ നടക്കുന്നൊരു പോരാട്ടമാണ്. അതിനെ നമുക്ക് വേറൊരു വാക്യം കൊണ്ട് 2 കൊരിന്തി ലേഖനമാണ് 10:3, 4, 5 വാക്യങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ. ഈ കോട്ട എവിടെയുള്ള കോട്ടയാ? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ കോട്ട എടുത്ത് എരികോ കോട്ടയുടെ പുറകെ പോയി അവിടെ കിടന്ന് ആർപ്പിട്ട് ബഹളം ഉണ്ടാക്കുക. ഇപ്പോൾ വീഴുമെന്ന്. ആർപ്പി വീഴുന്നൊരു കോട്ടയുണ്ട്, അത് എരിഹോ കോട്ടയാ. ആർപ്പി വീഴാത്തതില്ലേ? ഉണ്ടല്ലോ. അതെവിടെ? അതുണ്ട് സങ്കീർത്തനത്തിൽ. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ അതാ ചാടുന്നത്. ഞാൻ കുറേ നേരം ആർത്ത് നോക്കിയിട്ട് അനക്കമില്ല, പിന്നെ ഞാൻ വിചാരിച്ചങ്ങ് ചാടാമെന്ന്. ഇനി വേറൊന്നില്ലേ? ശത്രുവിൻ്റെ മതിലിൻ്റെ മേൽ പടരുന്നു, ശത്രുവിൻ്റെ മതിലിൻ്റെ മേൽ. അപ്പോൾ നമ്മൾ ഈ എരിഹോ മാത്രം നോക്കി നിൽക്കണ്ട. ദൈവിക പദ്ധതി വ്യത്യസ്ത നിലകളിലാണ്. ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധം ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ. ഇവിടെ 3 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യാൻ 3 കാര്യങ്ങൾ. ഈ 3 കാര്യത്തിൽ സങ്കല്പം, സംശയം, വിചാരം, ഇത് 3ഉം രണ്ടാമത്തെ പോരാട്ടമാണ്. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ആ പോരാട്ടം പുറത്ത് നടക്കുന്നതല്ല, നമ്മുടെ മനസ്സിൽ നടക്കുന്നൊരു പോരാട്ടമാണ്. ആ കോട്ടകൾ ഇന്ന് പകൽ പൊളിയണം. സങ്കല്പം, ഇമാജിനേഷൻസ് വലിയ അപകടമാണ്. ഒരുപാട് അപകടങ്ങൾ, കുടുംബങ്ങളെ തകർത്തെറിഞ്ഞ ഏറ്റവും വലിയ അപകടം പിടിച്ച ഭാഗമാണിത്. ഈ 3 ഭാഗങ്ങൾ, ഇതിൽ സങ്കല്പം, മനുഷ്യ മനസ്സിലേക്ക് 2 വാതിലുണ്ട്. മനുഷ്യ മനസ്സിലേക്ക് 2 വാതിലുണ്ട്. വായല്ല, അത് ആമാശയത്തിലേക്കാണ്. വായ ആമാശയത്തിലേക്കാണ്. കണ്ണും കാതും നേരെ മനുഷ്യ മനസ്സിലേക്ക് തുറന്നു വെച്ച 2 വാതിലുകളാണ്. ഇതിലൂടെ അല്ലാതെ ഒന്നും അകത്തോട്ട് പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ 2 ഭാഗങ്ങളിൽ കാവൽ നിർത്തിയെങ്കിൽ മാത്രമേ ഈ പോരാട്ടത്തെ ജയിക്കാൻ പറ്റൂ. ഞാൻ ഈ സങ്കല്പത്തിൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് പറയാം. സങ്കല്പത്തിലെ അപകടം ഉദാഹരണമാണ്. ഒരു പാസ്റ്റർ നടന്നു വരുന്നു. പാസ്റ്ററെ കണ്ടപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ചിരിച്ചു. പക്ഷേ അദ്ദേഹം ഒരു മൈൻഡും വെച്ചില്ല. റോഡിൻ്റെ അപ്പുറത്താണ്, അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ വല്ലാതെ വിഷമത്തോടെ വീട്ടിൽ ചെന്നു. ഇങ്ങനെ ഇരുന്നു. രാത്രി ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, പാസ്റ്റർ എന്താണ് ഞാൻ കൈ കാണിച്ച് ചിരിച്ചിട്ടും എന്നെ നോക്കാഞ്ഞത്, ചിരിക്കാഞ്ഞത്? അതെന്താ? വീണ്ടും മനസ്സിൻ്റെ പ്രത്യേകത. വീണ്ടും ചോദ്യം ഉന്നയിച്ചു, എന്തുകൊണ്ട്? വീണ്ടും ചോദിച്ചു. 3-4 തവണ ചോദിച്ചപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ അടുത്ത പ്രത്യേകത ആൻസർ തരും.
ഈ സാത്താൻ രാത്രി കളയം കൊണ്ട് ഇറങ്ങുന്ന പോലെ ഇങ്ങനെ നമ്മളിരുന്ന് അതെന്താ അങ്ങനെ ഞാൻ കൈ കാണിച്ചായിരുന്നു നോക്കി തിരിഞ്ഞെന്താ അതെന്താ അതിൻ്റെ കാര്യം അതെന്താ 4 അപ്പോഴേക്കും കള വന്ന് 2 കള ഇട്ടു. അതെ, നീ കഴിഞ്ഞ ദിവസം പുള്ളിയെ കണ്ടിട്ട് ചിരിച്ചില്ലതാ. ആണോ? അങ്ങനെ ഞാനങ്ങനെ ആരെയും കണ്ട് ചിരിക്കാറില്ലല്ലോ. പിന്നെന്താ? കമ്മ്യൂണിയൻ കഴിഞ്ഞിട്ട് നീ കൈ കൊടുത്തില്ല. അങ്ങനെ ഞാനങ്ങനെ കമ്മ്യൂണിയൻ ഉള്ളപ്പം പോകാറില്ലല്ലോ. പിന്നെങ്ങനെ അല്ലേ? പിന്നെ ആരാധന കഴിഞ്ഞപ്പം ഇനിയും കൈ കൊടുക്കാഞ്ഞിട്ടാണോ? ഞാൻ അന്ന് ആരാധന കഴിഞ്ഞ് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഞാൻ ബൈബിളുമായിട്ട് ഇറങ്ങിയായിരുന്നല്ലോ. പിന്നെ അതല്ല, പിന്നെ ആരാ? അതാണോ? അതോ മറ്റേ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ മാറ്റിയിടാൻ പറഞ്ഞതാണോ? ഓ അല്ല, അത് ഞാൻ ആര് പറഞ്ഞാലും മാറ്റത്തില്ല, അവിടെ തന്നെ ഇടത്തുള്ളല്ലോ. പിന്നെ അതെന്താ? അതല്ല. പിന്നെ കയറിയിരിക്കാൻ പറഞ്ഞിട്ട് കയറാഞ്ഞിട്ടാണോ? അല്ലല്ല, ഞാൻ എൻ്റെ 3ാമത്തെ ഫാനിൻ്റെ അടിയിൽ കൊല്ലങ്ങളായിട്ട് അതിലായിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആരും വന്ന് പറയത്തുമില്ല. പിന്നെ അതെന്താ? ഓ അതല്ല, 13 കൊല്ലം മുമ്പ് പുള്ളി കയറി താമസം വിളിച്ചു, ഞാൻ പോയില്ല. അത് തന്നെയാണ്. അങ്ങനെ നേരിട്ട് കാണുമ്പം മിണ്ടുന്നില്ല, സഹകരിക്കുന്നില്ല. അപ്പം എന്താ കാര്യം? ഇല്ല വേണ്ട, ബന്ധമൊന്നും വേണ്ട. എന്താ കാര്യം? ഒന്നും ഒരു സഹകരണം വേണ്ട. എന്താ? അറിയാം 13 കൊല്ലം മുമ്പുള്ള വിഷയം. എന്ത് കയറി താമസം വിളിച്ച് വന്നില്ല? അതിന് ഞാൻ നിന്നെ വിളിച്ചേ ഇല്ലായിരുന്നല്ലോ. വിളിച്ചില്ലായിരുന്നു? അല്ല പിന്നെ ഞാൻ ഓർത്ത് അതായിരിക്കുമെന്ന്. അതല്ല, പറഞ്ഞു വന്നപ്പോഴാണ് ഇന്നലെ ഞാനിവിടെ ഒന്ന് ചിരിച്ച് കൈ കാണിച്ചു. അന്നേരം എപ്പോഴായിരുന്നു? അതാ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനെവിടെയായിരുന്നു? പാസ്റ്റർ റോഡിൻ്റെ അപ്പുറത്ത്, ഞാനിപ്പുറത്ത്, നല്ല മഴ. അപ്പം നീ എവിടെ നിൽക്കായിരുന്നു? ഞാൻ കാറിനകത്തിരുന്ന് ഗ്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു പോയി. വണ്ടിയുടെ ഗ്ലാസ് അടച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കണ്ടോ, ഇതൊരു ഉദാഹരണമാണേ. ഇങ്ങനെ എത്രയോ എണ്ണം അകത്ത് കിടപ്പുണ്ട്, അറിഞ്ഞിട്ടില്ല. നീ മനസ്സിൽ പക സൂക്ഷിച്ചിരിക്കുക. ചില ഉള്ളിൽ വല്ലാത്ത വിങ്ങലുമായിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രതിപട്ടികയിലുള്ള ആള് അറിഞ്ഞിട്ടില്ലിത്. സാത്താനിടയിൽ കള വിതച്ചു. ഈ കളയെ നമ്മൾ പെറുക്കിക്കളയാൻ ഇന്ന് പകൽ പൊരുതണം. ഈ ക്യാമ്പ് ഒരു തുറന്നു പറച്ചിലിൻ്റെ വേദിയാകണം. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മാറ്റി നിർത്തി ചോദിക്കണം, ഒരു പരിഭവം എൻ്റെ അകത്തുണ്ട്. അങ്ങനൊന്ന് പറഞ്ഞാൽ, തുറന്നു പറഞ്ഞ അവിടെ അല്ലാതെ ഉടനടി അതിൻ്റെ ഒരു ഓഡിയോ റെക്കോർഡ് എടുത്ത് ഞാൻ എന്നോട് വന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങ് എടുത്തു. ഏതാ എന്നോട് വന്ന് ക്ഷമ പറഞ്ഞത് ഞാൻ മൊത്തവും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെ വാട്സാപ്പിൽ അങ്ങ് ഇട്ട് തരാമെന്ന് പറഞ്ഞേക്കല്ലേ. അങ്ങനെയുള്ളവരുണ്ട് ഇവിടെ. അത് വേണ്ട. അവർ ദൈവത്തെ സാക്ഷി നിർത്തി നിന്നോട് ഇണങ്ങുമ്പോൾ പകയകത്ത് വെക്കരുത്, മനസ്സിൽ നിന്നെടുത്ത് കളയണം. കാരണം ഇതൊരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. നിനക്കെതിരെ അസ്ഥിവാരമിളക്കാൻ വരുന്ന പദ്ധതികൾക്ക് നേരെയുള്ള ദൈവിക ഇടപെടലിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സങ്കല്പങ്ങളെ തകർത്തെറിയണം. കേട്ടറിവിലൂടെ, ഇനിയും കേട്ടറിവിലൂടെ വരും. എന്താണെന്നറിയാമോ? നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല കൊച്ചമ്മേ. അറിഞ്ഞില്ലേ? അയ്യോ, കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ഉണ്ടല്ലോ, കൊച്ചമ്മ കേൾക്കണമായിരുന്നു. ആണോ? എന്താ? ഞാൻ വന്നില്ലായിരുന്നു. അതങ്ങനെ ഉറങ്ങുമായിരുന്നല്ലോ. ഓ അതാ ഞാൻ മയങ്ങിയതാണ്. പക്ഷെ എനിക്ക് കൊച്ചമ്മയ്ക്ക് തന്നെയായിരുന്നു മെസ്സേജ്. ആയിരുന്നു? കൊച്ചമ്മയ്ക്ക് തന്നെ കുത്തിയതാന്നേ. എന്നെ കുത്തി, നല്ലപോലെ കുത്തി. ആണല്ലേ? അല്ല, അങ്ങനെ പാസ്റ്റ് ചെയ്യുമോ? പിന്നെ പുള്ളി അല്ലേ അപ്പുറവും ചെയ്യും. പിന്നെ ഇത് ഞാൻ പറഞ്ഞെന്ന് വേറെ ആരോടും എന്ത് ചെയ്യണ്ട പറയും. നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച ഞാൻ ഈ പറയുന്നത്. ചെവി അറിഞ്ഞാൽ പിന്നെ അന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങ് തീരും. ഇതൊരു കട്ടയും കൊണ്ട് വന്ന് JCB കട്ട ഇറക്കുന്ന പോലെ ഇറക്കുക. എവിടെയാണെന്നറിയാമോ? അകത്തോട്ട്. ഇതിട്ടിട്ട് പിറ്റേ ദിവസം ആയപ്പോൾ പാസ്റ്ററെ കാണുമ്പം പഴയ ചിരിയില്ല, പഴയ പ്രൈസലോടില്ല.
നേരത്തെ പ്രൈസ്തലോടായിരുന്നു, ഇപ്പോൾ പ്രൈസ്തലോടുമില്ല, അതൊക്കെ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് അത് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത കട്ടയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അറിഞ്ഞായിരുന്നോ പാസ്റ്റർ ഭാര്യയും ശരിയല്ല? അല്ലേ? അല്ല എനിക്കതറിയാം. പിന്നെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കേണ്ട, മനസ്സിലിരുന്നാൽ മതി. അത് കാര്യമെന്ന് പറഞ്ഞാൽ ആ നോട്ടം കാണുമ്പോൾ അറിയാം. നോട്ടോ അമ്മാമ്മ നിൽക്കുമ്പോൾ നോക്കുന്നുണ്ടല്ലോ, അയ്യോ പിന്നെ എന്നെ നോക്കുന്നു, അങ്ങ് തോന്നുവാ നോക്കുന്നെന്ന്. പിന്നെ ആയപ്പോഴത്തേനും സ്തോത്രകാഴ്ചയും കട്ട് ചെയ്തു. പിന്നെ ആയപ്പോഴത്തേനും ആരാധനയ്ക്ക് നേരത്തെ പോകുന്ന ആൾ നേരത്തെ ആരാധനയും കട്ട് ചെയ്തു. ഇപ്പോൾ ആരാധന തുടങ്ങിക്കഴിഞ്ഞേ വരൂ, തീരുന്നതിന് മുമ്പേ പോകും. പിന്നെ അത് കഴിഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ട് ഒരു ലെയർ കട്ട അങ്ങ് ഇറക്കി സെറ്റ് ചെയ്ത് പണിതൊരു കോട്ടയാക്കിയിട്ട് അവസാനമായപ്പം സ്ട്രോക്കും വന്ന് ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പം പാസ്റ്ററെ വിളിയോ. പാസ്റ്റർ വന്നപ്പം പറയുന്നു, പാസ്റ്റർ എനിക്കൊരുപാട് ഭാരം ഉണ്ടായിരുന്നു. എന്താ ഭാരം? പാസ്റ്ററെ എന്നോട് എന്നെ സിസ്റ്റർ വന്ന് പറഞ്ഞതൊക്കെ മനസ്സിലങ്ങിരിക്കുക. അതെന്തിനാ മനസ്സിൽ കയറ്റിയത്? ഈ കട്ടയും കൊണ്ട് വരുന്ന കട്ടയെല്ലാം കൂടെ നീ എന്തിനാ അകത്ത് കയറ്റിയത്? പിടികിട്ടിയോ? വേറൊരു വിശ്വാസിയുടെ കാര്യം വന്ന് കാതി പറയുമ്പോൾ, വേറൊരു പാസ്റ്ററുടെ കാര്യം പറയുമ്പോൾ നീ അതിനെ യേശു മൂളരുത്, അത് കേൾക്കാൻ സുഖമെന്ന് കരുതരുത്. നിന്നെ തകർത്ത് കളയും. അകത്ത് ആത്മീക ജീവിതത്തെ തകർത്തെറിയുന്ന ഒരു കോട്ടയകത്ത് പണിയപ്പെടുകയാണ്. ആത്മീയൻ കേൾക്കേണ്ടതേ കേൾക്കാവൂ. സങ്കല്പത്തിൻ്റെ കോട്ടയകത്ത് വന്നാൽ അത് നമ്മുടെ ആത്മീക ജീവിതം തകർത്ത് കളയും. അത് നമ്മുടെ ദൈവകൃപയെ ചോർത്തിക്കളയും. അത് നമ്മുടെ ശുശ്രൂഷയെ തകർത്ത് കളയും. അത് നമ്മുടെ കുടുംബത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകർത്ത് കളയും. അടുത്തതാണ് സംശയം. മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് വിശ്വാസ ജീവിതത്തെ തകർത്തെറിയാൻ വരുന്ന സംശയത്തെ അതിജീവിക്കണം. സംശയം എന്തിനേയും സംശയിക്കും. ദൈവത്തെ മാത്രമല്ല, സകലത്തെയും സംശയിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൻ്റെ അകത്തളത്തിൽ സംശയം പാടില്ല. നിങ്ങളോട് സംശയം വരാതിരിക്കാൻ വേണ്ടി മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ കണ്ണാടി പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കണം. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ കൂട്ടാളിയെ കൊണ്ടുപോയി നിർത്തിയിട്ട് നിങ്ങളും നോക്കണം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ശരിക്കും നോക്കിയേ, നിങ്ങൾ എന്തിനാന്ന് ഈ സംശയത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, എൻ്റെ പാസ്റ്ററെ പിന്നെ അച്ചായനെ എനിക്കങ്ങ് സംശയമാണെന്നാണ് പറയുന്നത്. അച്ചായനെ അങ്ങ് സംശയമാണ്, പുള്ളിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. പുള്ളി ആരെങ്കിലും സിസ്റ്ററെ ആദ്യം മനസ്സിലാക്കുക, ഈ മനുഷ്യനെ നിങ്ങൾക്കിഷ്ടമാണോ? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഈ മനുഷ്യനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയതുപോലെ വേറെ ആർക്കും പറ്റത്തില്ല. വെറുതെ നീ സംശയിക്കാതെ, ഇത് നിനക്ക് ദൈവം വെച്ചതാണ്, ഇത് വേറെ എങ്ങും സൂട്ടാകുകയല്ല, നീ പേടിക്കാതിരി. പിന്നെ നീ മനുഷ്യനെ നോക്കുക, കണ്ണും കുഴിച്ചിരിക്കുന്നതിനെ ആരെങ്കിലും വന്ന് കറക്കുമോ? നീ എന്തിനാ ഈ മനസ്സിൽ ഇതെല്ലാം കൊണ്ട് നടക്കുന്ന സംശയം വെച്ചോണ്ട്? സ്തോത്രം പറഞ്ഞേ. സഹോദരിമാരെ, നിങ്ങളെന്ന് മനസ്സിലാക്കണം, നിങ്ങളിൽ വാഴുന്ന നിങ്ങളുടെ ശാരീരികമായ ചില ബദ്ധപ്പാടുകൾ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റത്തിലൊന്ന് ഹോർമോൺ മാറ്റം. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽപ്പെട്ട ഒന്നാണ്, നിങ്ങൾക്ക് തോന്നും ഇനിയിപ്പം മറ്റേ സാറാമ്മച്ചി പറഞ്ഞു, അങ്ങനെ അമ്മച്ചി പറഞ്ഞു എനിക്ക് വയ്യാണ്ടായി, കർത്താവ് പറഞ്ഞു മൗനെ തരുമെന്ന് നോക്കെ. എൻ്റെ കർത്താവ് നീ പറഞ്ഞു ഉള്ളം കൊണ്ട് പുള്ളിക്കാരി ഇരിച്ച് എനിക്ക് സ്ത്രീകൾക്കുള്ള പതിവ് നിന്നു, അതുകൊണ്ട് തന്നെ എന്നെ ഇനിയും കൊള്ളത്തൊന്നും ഇല്ല. അത് ഞാൻ ഇനിയും മറ്റേ സിസ്റ്ററെ ഞാൻ ഇന്ന് തന്നെ കല്യാണം നടത്തി കൊടുത്തേക്കാവെന്നും പറഞ്ഞ അമ്മാമ്മ നിൽക്കുന്നത്. എൻ്റെ അമ്മാമ്മ, നിൻ്റെ മനസ്സിൽ കയറിയ രീതി നെഗറ്റീവ്, നിൻ്റെ ഈ ശാരീരിക ബലഹീനത കൊണ്ട് നിനക്കൊരു കോംപ്ലക്സ് അടിച്ചതാ. സഹോദരിമാരെ മനസ്സിലാക്കണം, സാത്താൻ ഇടം കൊടുക്കരുത് എന്ന് പകൽക്കാലം ആത്മാവ് കുടുംബങ്ങൾ വ്യക്തികളോട് വ്യക്തമായി വിവേചിച്ചിടപെടുക. ഇന്ന് പകൽ സംശയത്തിൻ്റെ അടിവേരഴിയണം. അതിൻ്റെ പിന്നിലൊരു സ്വാധീന വലയമുണ്ട്. അതിനെ പൊളിച്ചു കളയാൻ നീ ദൈവകൃപയിൽ വെള്ളപ്പെടണം. കാരണം ഈ ഫൈറ്റ് നിൻ്റെ മൈൻഡിൽ നടക്കുന്നതാണ്. അതിന് സഹോദരിമാരൊന്നും ഓർത്തോണം, എന്നൊക്കെ പറഞ്ഞാലും ഭാര്യയും മക്കളെയും കഴിഞ്ഞ് അതാണ് ഭർത്താക്കന്മാരുടെ ലോകം, അതാണ് അവരുടെ സ്വപ്നം. പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇതുങ്ങൾ. അതുപോലെ തന്നെ ആ പുരുഷപ്രജകളെ സംശയം പാടില്ല, അതിൻ്റെ പിന്നൊരു പൈശാചിക സ്വാധീനമാണ്. ഇതുങ്ങളെ അറിയാത്തത് കൊണ്ടാണ്. അവർ സ്വാർത്ഥ
സ്വാർത്ഥരാണ്. ഏത് കാര്യത്തിലാണെന്നറിയാമോ? സ്വന്തം ഭർത്താവിനും മക്കൾക്കും വേണ്ടി അവർ സ്വാർത്ഥരാകും. അവരുടെ വയറ് മുറുക്കി കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് വെച്ച് വിളമ്പാൻ മടിയില്ലാത്തവരാ. അവരോട് നിങ്ങൾ വിവേകത്തോട് ഇടപെടണം, സംശയത്തെ നുള്ളിക്കളയണം. കാരണം കുടുംബങ്ങൾക്കകത്തളത്തിൽ ശത്രു വെക്കുന്ന ഈ തടസ്സവാദങ്ങളെ തകർത്തെറിയണം. അതിന് നല്ലൊരു പോംവഴി മൊബൈലിൻ്റെ ലോക്കുകളൊക്കെ അഴിച്ചിടുക. ഇത്രയേ ഉള്ളൂ. ലെവലിൽ ചെലന്തി വല പോലത്തെ ലോക്ക് മാറ്റി കേട്ടോ. അതാ അതുങ്ങൾക്ക് സംശയം. അവരെ എന്നിട്ട് മോനെ ഇതെങ്ങനെയാണ് അത് ഡാഡിക്ക് അറിയുള്ളൂ. എന്തിനാ ഇതിന് പോകുന്നത്? ഇതിനകത്ത് വലുതൊന്നും ഇല്ലല്ലോ. ഒരു കുടുംബത്തിൻ്റെ ഭദ്രത, ഭർത്താവിൻ്റെ മൊബൈല് ഭാര്യയ്ക്ക് എപ്പോഴും അഴിക്കാൻ പറ്റണം. സംശയം അവിടെ തീരും. ഭാര്യയുടെയും മൊബൈലിനുള്ള പാറ്റേണെല്ലാം കൂടെ വാരി ഇടുന്നതിലും നല്ലത് അത്യാവശ്യം ഭർത്താവിനോടുള്ളതിൽ കോമൺ ആക്കിയിട്ട് അവർക്ക് എപ്പോഴും നോക്കാം. മക്കളും ഒരുപാട് ചെലന്തി വല വരച്ച് വെച്ചിരിക്കുന്ന ചില പിള്ളേരുമുണ്ട്. ഇന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം. അതിനകത്തൊക്കെ വലിയ ചെലന്തികളെ കിടക്കുക. സംശയം അതിനിടം കൊടുക്കരുത്, അപകടമാണ്. അടുത്തതാണ് വിചാരം. ഒരു മനുഷ്യ മനസ്സിൽ വിശ്വാസത്തെ തകിടം മറിക്കുന്ന അടുത്ത കാര്യമാണ് വിചാരം. മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ആകുല ചിന്ത. അതിന് ബൈബിൾ തരുന്ന മറുപടിയാണ് സകല ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. എൻ്റെ പ്രിയരെ, രണ്ട് കാര്യങ്ങളോടുള്ള പോരാട്ടം ഞാൻ പറഞ്ഞു. ഈ പോരാട്ടത്തിൽ നമുക്ക് ഏറ്റവും നല്ല ആശ്വാസം, വിചാരത്തെ അതിജീവിക്കാനുള്ള വഴി, സകല ചിന്താകുലും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നമുക്കെല്ലാം സങ്കടം പറയാൻ പറ്റുന്ന ഒരാൾ കർത്താവാണ്. എല്ലാ ആവശ്യവും പറയാൻ പറ്റുന്ന കർത്താവാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കാമോ? ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഈ വചനത്തിൻ്റെ മുൻപിലൊന്ന് സമർപ്പിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ശക്തമായി ഈ കൂടിവരവിൽ ഇടപെടുന്നുണ്ട്. കൂടുമ്പോൾ ഇമ്പമെന്നൊക്കെ നാം പറയുന്നു, വായിച്ച് കേട്ടിട്ടുണ്ട്. പാടിപ്പഴകിയ കവിഭാവനകളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. എന്തിനേറെ തിരുവചനം നൽകുന്ന ഓർമ്മപ്പെടുത്തുകളുള്ള യഹോവ ഭക്തൻ്റെ കുടുംബം ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ അത് കാട്ടിക്കൊടുക്കാനുള്ള ഒരു വലിയ ദൗത്യം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ, ഇന്ന് പകൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളെ, ഭാര്യയെ, ഭർത്താവെ, മക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഇന്ന് പകൽക്കാലം ആ ദൈവിക പദ്ധതിയുടെ ഭാഗമാകാം. പോർക്കളത്തിലേക്ക് നമ്മളെ ദൈവം നിർത്തിയിരിക്കുകയാണ്. ഇന്ന് പകൽ ഒരു വലിയ ദൈവിക ഇടപെടൽ ഇതിന് നടുവിൽ നടക്കുന്നുണ്ട്. ചില ഹൃദയങ്ങളെ ദൈവാത്മാവ് തൊടുന്നുണ്ട്, ചില വ്യക്തികളെ ദൈവാത്മാവ് ഉരുക്കുന്നുണ്ട്, ചിലരെ ദൈവാത്മാവ് സജ്ജമാക്കുന്നുണ്ട്. ഇന്ന് പകലിൽ ദൈവികമായ ഇടപെടലിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ദൈവിക ഇടപെടലിനായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ചില കോട്ടകളൊക്കെ ഇന്ന് പകൽ ദൈവാത്മാവ് തകിടം മറിക്കുക. പാപത്തോട് പോരാടി തോറ്റുപോയ ചിലർ വിജയത്തിൻ്റെ ട്രാക്കിലേക്ക് വരാൻ പോകുകയാണ്. മാത്രമല്ല, ഇന്ന് പകൽ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ കഴിയാതിരിക്കുന്ന ചിലരെ പൗലോസിനെ പോലെ ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു എന്ന് പറയുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽ ചില സങ്കല്പത്തിൻ്റെ ചങ്ങലകൾ, ചില സങ്കല്പത്തിൻ്റെ ചങ്ങലകൾ, ചില സംശയത്തിൻ്റെ ചങ്ങലകൾ, ചില വിചാരത്തിൻ്റെ പിടിവള്ളികളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തകർത്തെറിയുകയാണ്. ചില കുടുംബജീവിതങ്ങളെ ഭിന്നിപ്പിക്കുന്ന, ചില കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ചില രഹസ്യ പാപത്തിൻ്റെ അടിവേരുകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അഴിച്ചു മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. ഓ റബബഗമന, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചില കുടുംബ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ ഒരുമിച്ച് ജീവിക്കുക, പക്ഷേ വിവാഹമോചനം നേടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വീട്ടിൽ രണ്ടിടത്തുറങ്ങുന്നവരോട് ആത്മാവിടപെടുക, മടങ്ങി വാ, ഇത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു പ്രത്യേക പദ്ധതിയാ. ഓ റഷറബബഗമന,
പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. ഭാര്യ ഭർത്തൃബന്ധത്തിലെ വിള്ളലുകൾ മാതാപിതാക്കൾ തമ്മിൽ ചേരാതെ തലമുറകളുമായി ഒന്നാഴത്തിൽ ഇടപെടാൻ കഴിയാതെ മാതാപിതാക്കളുമായി തുറന്നു പറയാത്ത വിങ്ങലുകളുമായി മുറിപ്പെട്ട മനസ്സോടെ ചില കുഞ്ഞുങ്ങൾ ഇതിൻ്റെ നടുവിലുണ്ട്. അവരെ ദൈവാത്മാവ് സൗഖ്യമാക്കുന്നുണ്ട്. നാളുകളായി ഒരു അനുകൂലമായ മറുപടിയോ ആശ്വാസത്തിൻ്റെ വാക്കോ കേൾക്കാതെ മുറിപ്പെട്ട മനസ്സോടെ നിൽക്കുന്ന ചില തലമുറകളുടെ മേൽ ഒരു വലിയ ദൈവിക ഇടപെടൽ വെളിപ്പെടുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ പ്രിയപ്പെട്ടവരെ. ഈ പകലിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ തുടക്കം നമ്മുടെ കുടുംബങ്ങളിൽ ആരംഭിക്കട്ടെ. അതിനെതിരെ തലമുക്കുന്നതിനെ പൊരുതിത്തേൽപ്പിക്കാൻ ശക്തിയോട് അല്പസമയം അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാൽ നമ്മെ നിറച്ച പാസ്റ്റർ അനീഷ് കൊല്ലത്തിനോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. കുടുംബങ്ങളെ പണിതെടുക്കുമ്പോൾ ചില പോരാട്ടങ്ങളെ നാം നേരിടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കുടുംബത്തിൻ്റെ അടിസ്ഥാനമായ ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിവേകത്തോടെ തമ്മിൽ എങ്ങനെ പെരുമാറണം, കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ നർമ്മമായ ഭാഷയിൽ നമ്മെ കേൾപ്പിച്ചല്ലോ. തുടർന്ന് കുടുംബജീവിതത്തിൽ നാം വിജയിക്കുവാൻ വേണ്ടി പാപത്തോടെങ്ങനെ പോരാടണം. യോസേഫിൻ്റെ ജീവിതത്തിലൂടെ നാം പാപത്തെ ജയിച്ച് ജയാളിയായി തൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച കാര്യങ്ങൾ, അതുപോലെ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ട കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലനിലൂടെ ആനുകാലികമായ സംഭവങ്ങളിലൂടെ എല്ലാം വളരെ ശക്തമായി ഹൃദ്യമായി നമ്മെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവദാസനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇനിയും തമ്പുരാൻ ധാരാളമായി എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.